Okay, good afternoon, everyone. So, can we start our today's session? Yeah. Okay, good afternoon. So, almost we have completed a very important topics of the section A, external financial reporting, financial statements. So, what various types of financial statements, balance sheet, income statement, statement of comprehensive income, other comprehensive items, statement of changes in stockholders' equity, statement of cash flows. ഇതൊക്കെ നമ്മൾ പഠിച്ചു and we have went through various elements of the balance sheet as well as income statement. So revenue recognition, income measurement വെച്ചിട്ടാണ് നമ്മുടെ കഴിഞ്ഞത്. ഇനി നമ്മൾക്ക് in between after the financial statements we had a small topic which is integrated reporting. It is an added topic. പണ്ടത്തെ സിലബസിൽ ഇല്ല, പുതിയ സിലബസിൽ നമ്മൾക്ക് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇന്റഗ്രേറ്റഡ്. So integrated reporting, since we are studying this external financial reporting, so financial reporting might relate to the integrated reporting is a part of this reporting. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ്, ബട്ട് ഇറ്റ് പെർസ്പെക്റ്റീവ് ഇസ് ഡിഫറെന്റ്. അതാണ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്. ഒരു പക്ക തിയറി, ഒരു കൺസെപ്റ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഷെയർ ചെയ്തിരുന്നല്ലോ, അതിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഐ വുഡ് സജസ്റ്റ് യു ടു റീഡ് ദാറ്റ് ബിഫോർ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ എടുക്കാം, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആദ്യം വർക്ക്ഔട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ആദ്യം ഒന്ന് നോക്കുക. ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻസ് നോക്കിയിട്ട് ടെക്സ്റ്റിൽ പോയിട്ട് പിന്നെ വായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ അതാണെന്ന് തോന്നാറുണ്ട്. കാരണം നമ്മൾ തന്നെ ശ്രദ്ധിച്ചുണ്ടാകും, when you're working out the questions from that question bank, the explanation that they provide is very crisp and clear. അത്ര പക്ക ക്ലിയർ ആയിട്ട് വളരെ പോയിന്റ് ടു പോയിന്റ് ആയിട്ടാണ് നമ്മൾക്ക് എക്സ്പ്ലനേഷൻസ് ഒക്കെ തരുന്നത്. സോ നമ്മൾക്ക് essay questions പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ എക്സ്പ്ലനേഷൻസും അതിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്യുന്നത് വളരെ ഗുണമായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ, ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്. യെസ്, ജിനി എന്തേ? ഓക്കെ, ഇൻ ബിറ്റ്വീൻ ജോയിൻ ചെയ്യുമായിരിക്കും അല്ലേ. ഓക്കെ, ഷീസ് ജോയിനിങ്. ഓക്കെ, യെസ്, ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്. സോ നമ്മൾ പഠിച്ചെന്താ, വാട്ട് വി ഹാവ് സ്റ്റഡീഡ് അപ് ടു ദിസ് വാസ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അല്ലേ? അല്ല, എല്ലാവർക്കും ഓഡിയോ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് so far we have learned this regarding the financial reporting, financial aspects, financial transactions, അതിന്റെ ഇഫക്ട്സ് ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പോകുക എന്നുള്ളതായിരുന്നു ഇതുവരെ പഠിച്ചത്. So this integrated reporting is a recent development. ഈ റിപ്പോർട്ടിംഗിൽ ഒരു റീസെന്റ് ഡെവലപ്മെന്റ് ആണ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്. ഒരു 2010 അതിൽ മുതൽ 2000 ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണിത്. So we have learned that there are two kinds of information. Financial information other and non-financial information other. Now the financial, when we learned about the financial statement, one of the main limitations of the financial statement is that it reports only financial information. Financial information മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. Those information which have monetary value, monetary terms നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾക്ക് അതിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. This is one of the main limitation of the financial statement. So there are two types of information, financial information other and non-financial information other. As an organization, financial information, yes, നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻ, ഫിനാൻഷ്യൽ നേച്ചറുള്ള ഇൻഫോർമേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നുണ്ടായിരിക്കുക. But there are other informations which are non-financial in nature, which will be of use in our decision making process. അതായത് ഇപ്പോൾ if I am running a company, I will be taking my decisions based on the information that we obtain എന്റെ പെർഫോമൻസിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഫർദർ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവാം. ബട്ട് അത് മാത്രമാണോ? നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചില ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കും, മാർക്കറ്റിനെ നോക്കും അല്ലേ? സോ അതെന്താ? കോമ്പറ്റീറ്ററുടെ സ്ട്രാറ്റജി, കോമ്പറ്റീറ്ററുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ്, കോമ്പറ്റീറ്ററുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. So we will be deciding അല്ലെങ്കിൽ we will be making business decisions by considering these factors also. ഈ ഒക്കെ കാര്യങ്ങൾ നോക്കും.
നമ്മുടെ ക്യാപിറ്റൽ, നമുക്ക് ബഡ്ജറ്റ് എത്രയുണ്ട്, നമുക്ക് എത്ര ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ട്, വാട്ട് ഈസ് ദ ക്യാഷ് ബാലൻസ്, വാട്ട് ഈസ് ദി അസറ്റ്, വാട്ട് ഈസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് അവർ കമ്പനി എന്ന് മാത്രമല്ലാതെ we will be also looking at various external factors and various non-financial information. അതിനും കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഡിസിഷൻസ് എടുക്കുന്നുണ്ടായിരിക്കുക. And this integrated reporting, integrated report, it's a type of report that we prepare. It incorporates non-financial information along with the financial information provided in financial reports and shows how the financial information is influenced by the non-financial information over the short, medium and long term. എന്താ പറയുന്നത്, ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിപ്പോർട്ട് ആണ്. അതിലെന്താ കാണിക്കുന്നുണ്ടാവും, വാട്ട് ഇറ്റ് ഡസ്, it shows how the non-financial information is affecting the financial information, yes, over the short term, medium term and long term. So in this integrated report you could see financial information and non-financial information, and it shows how the financial information is influencing the non-financial information over the short term. Okay, or how the non-financial information, sorry, I just reverse it. How the non-financial information is influencing the financial information over short term, medium term and long term. അതെങ്ങനെയാണെന്നാണ് അത് കാണിക്കുന്നുണ്ടാവുക. സോ എന്താണ് അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്നുള്ളതൊക്കെ വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്സിൽ നമ്മൾ പഠിക്കും. So I have told you about the non-financial information. So എന്താണ് ഈ non-financial information? ഇതിനു വേണ്ടിയിട്ട് നമ്മളത് റിപ്പോർട്ട് ചെയ്യും. So we know that an organization, ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഒരു കോർപ്പറേഷൻ ആയിക്കോട്ടെ, everything is functioning within the society, അല്ലേ? ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവുക. And they are using the resources which is available to the society as a whole. ഒരു സമൂഹത്തിന് മൊത്തമായിട്ട് യൂസ് ചെയ്യേണ്ട റിസോഴ്സസ് അതിനും യൂസ് ചെയ്തിട്ടാണ് അവരെന്താ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവുക. സോ they are having implications, social implications ഉണ്ടായിരിക്കും, economic implications ഉണ്ടായിരിക്കും and environment implications ഉണ്ടായിരിക്കും, because it is seen that they are prospering at the expense of the broader community. So for example, ഞാനൊരു കെമിക്കൽ ഫാക്ടറി ആണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു കൂൾ ഡ്രിങ്ക്സ് പോലെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാക്ടറി ആണെന്ന് കരുതുക. സോ ഞാനൊരു പ്രദേശത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ നീഡ് വാട്ടർ ഒരു മേജർ എന്റെ റോ മെറ്റീരിയൽ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, I will be digging up wells and the water extraction ഒക്കെ നടത്തുന്നുണ്ടായിരിക്കും. So what I am taking is that the natural resource which should be utilized by the entire community, അല്ലെ? ആ ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു പ്രദേശത്തെ ആളുകൾക്ക് മൊത്തമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നതും ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും. So the public always perceive that this business organization are prospering at the expense of the broader community. അതുകൊണ്ട് തന്നെ they are having what? Social, environmental and economic implication. Are you able to follow? എന്താ പറയണേ, ഇതൊരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ടേം പോലെയൊക്കെ തോന്നും. Are you able to follow what I am telling? Yeah. സോ അതിന് അത്ര കാര്യമായിട്ട് നോക്കണം, ഞാൻ അങ്ങനെ ഇതായിട്ട് പറയുന്നില്ല. ബട്ട് ഞാൻ അതിന്റെ ഒരു ഔട്ടർ കവർ എന്താന്ന് അത് പറഞ്ഞു തരാം. സോ പ്രീവിയസ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ദ ബിസിനസ് ഓർഗനൈസേഷൻസ് ആർ മെയിൻലി ഇൻഫോംഡ്. നമുക്കറിയാം ഇൻ ദ പ്രീവിയസ് നമ്മൾ ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പഠിച്ചു തുടങ്ങിയ സമയത്ത് ദ മെയിൻ മോട്ടീവ് ഓഫ് ദ ബിസിനസ് ഇസ് പ്രോഫിറ്റ് ആണെന്ന് പഠിച്ചു, അല്ലേ? ദിസ് വാസ് വാട്ട് വി ഹാവ് ലേൺ. ബട്ട് ലേറ്റർ ഓൺ ആ കൺസെപ്റ്റിലൊക്കെ തിരുത്തൽ വന്നു. ലേറ്റർ ഓൺ ദേ corrected it that it is not profit maximization, it is value creation. വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. സോ വാട്സ്ആപ്പ് അവർ ബിസിനസ് ഫംഗ്ഷൻ ചെയ്യുന്നത് വഴി, അവരുടെ മെയിൻ ഓപ്പറേഷൻസ് വഴി ദേ ആർ ക്രിയേറ്റിംഗ് സംതിങ് ഓഫ് വാല്യൂ. അവർക്കും സൊസൈറ്റിക്കും പബ്ലിക് ആസ് എ ലാർജ് എല്ലാവർക്കും എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ള ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് കുഡ് ബി എനി പ്രൊഡക്റ്റ്, ഇറ്റ് കുഡ് ബി എനി സർവീസ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഇസ് എയിംഡ് അറ്റ് ക്രിയേറ്റിംഗ് എ വാല്യൂ ക്രിയേഷൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ പ്രീവിയസ്ലി ഈ വാല്യൂ ക്രിയേഷൻ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. they have considered it as a short term objective only.
But short term it should be having a long term implication. എന്തിനും ഒരു long term implication ഉണ്ടായിരുന്നു. ഷോർട്ട് ടേമിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക, ഷോർട്ട് ടേമിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, ഷോർട്ട് ടേമിൽ ബെസ്റ്റ് പെർഫോമൻസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതിൽ നിന്ന് they are constrained over everything which is included in the short term. But later on, they began to expand their horizon and they began to enter into the long-term perspective. So long-term value create cheya, long-term profit create cheya, long-term best performance achieve ennulladilotayittu mari. So this is something. As I told you the example of a cool drink company, അല്ലെങ്കിൽ ഒരു വാട്ടർ ഒക്കെ യൂസ് ചെയ്തിട്ട് നാച്ചുറൽ റിസോഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച്, since they are using the natural resource which should be utilized by the entire community, it is having certain implications. So അതിന് അവരുടെ എക്സ്പെൻസിൽ ഫ്ലറിഷ് ചെയ്യുന്നു, പ്രോസ്പർ ചെയ്യുന്നു എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. Yes, it was that. But later on, business അവരുടെ റെസ്പോൺസിബിലിറ്റീസ് മാറി, അവരുടെ ഒബ്ജക്റ്റീവ്സ് മാറി, വാല്യൂ ക്രിയേഷൻ എന്നുള്ളത് മാറിയപ്പോൾ they began discharging their societal objectives as well along with their profit maximization. So അതൊക്കെയാണ് നമ്മുടെ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്. ഇവിടെ നമുക്ക് കുറേ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് എല്ലാതും ഒരു കാര്യത്തിന്മേൽ തന്നെയാണ് സ്ട്രെസ് ചെയ്യുന്നുണ്ടാവുക. ലൈക്ക് സസ്റ്റൈനബിലിറ്റി, എൻവിറോൺമെന്റൽ കോൺസിക്വൻസ്, societal well-being, increasing the standard of living എന്നൊക്കെ നമ്മൾ പറയുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ, അതിലോട്ട് തന്നെയാണ് എല്ലാം എയിം ചെയ്തെന്നുണ്ടാവുന്നത്. ആൻഡ് വൺ മോർ കൺസെപ്റ്റ്. സോ ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ മതി, ഇതെല്ലാം ഓരോ ബൈ സെന്റൻസ് ഇങ്ങനെ പറയാതെ വാട്ട് ഈസ് ദ കറക്റ്റ് ഐഡിയ എന്നുള്ളത് പറഞ്ഞു തന്നാൽ മതിയോ? ഓക്കെ. സോ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഒക്കെ തോന്നും, ഇതെന്താന്നൊക്കെ ചോദിച്ചു, അത് വേണ്ട. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഓക്കെ, വാല്യൂ ക്രിയേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദ ഷെയർഡ് വാല്യൂ. ഷെയർഡ് വാല്യൂ എന്താണ്? വാല്യൂ, ദാറ്റ് വാല്യൂ വിൽ ബി ഷെയർഡ്. ആരൊക്കെ തമ്മിൽ ഷെയർ ചെയ്യുന്നു? സോ വെൻ യു സ്റ്റഡി ദ ബിസിനസ്, മൈക്കിൾ പോർട്ടർ, മാർക്ക് ആർ ക്രാമർ എന്ന് പറഞ്ഞിട്ടുള്ള മാനേജ്മെന്റ് തിങ്കേഴ്സിനൊക്കെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. they are viewing that അവരുടെ ഒരു the big idea creating shared value എന്നുള്ളൊരു thesis മേ ബി ഒരു പേപ്പറിൽ ഓക്കെ അതിൽ പറയുന്നത്, so the main thing that is being focused on this is that, so we know that the corporations അല്ലെങ്കിൽ കമ്പനീസിന് മെയിൻ ആയിട്ട് അവർ ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ്, ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ ഒരു കെമിക്കൽ ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഡിസ്ചാർജിങ് ടോക്സിക് കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ലോങ് ടേം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിംഗ് ഗ്രേറ്റർ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അല്ലേ? സോ ഈ ഷോർട്ട് ടേമിൽ അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക, ഷോർട്ട് ടേമിൽ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുന്നുള്ളത് സോൾ ഫോക്കസിൽ ലോങ് ടേം ആയിട്ട് ഉണ്ടാകാവുന്ന ആപത്തുകളെ, ലോങ് ടേം ആയിട്ട് ഉണ്ടാകാവുന്ന കോൺസിക്വൻസസിനൊക്കെ അവർ ഡിസ്റിഗാർഡ് ചെയ്യുന്നു. സോ ഈ ഷോർട്ട് ടേം ആയിട്ടുള്ള ഫോക്കസ് കാരണം ദേ ആർ ക്രിയേറ്റിംഗ് മെനി പ്രോബ്ലംസ്. How could we overcome these problems? It could be overcome by generating a shared value. Shared value നമ്മൾ generate ചെയ്യാം. Shared value എന്താ? Value for the company, shareholders and society. ആരൊക്കെയാണോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളത്, ആരൊക്കെയാണോ ആ കമ്മ്യൂണിറ്റിയിലുള്ളത്, they are sharing the value. So it will create value to the company, it will create value to the shareholders and it will create value to the society as a whole. So എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷെയർഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. So they define this. ഈ പോർട്ടർ ആൻഡ് ക്രാമർ they have provided definition for this shared value. എന്താ അത്? As policies and operating practices that enhance the competitiveness of a company while simultaneously advancing the economic and social conditions in the communities in which it operates. എന്താ പറഞ്ഞിരിക്കുന്നത്? In the shared value there may be policies and procedures. ചില പോളിസീസ് ഉണ്ടായിരിക്കും, പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അതാണ് ഈ ഓപ്പറേറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. What it is aimed at? It's aimed at enhancing the competitiveness of a company. So every policies and every procedures, every practices of the company will be aiming at enhancing the competitiveness. കമ്പനിയുടെ ഗുഡ്വിൽ എൻഹാൻസ് ചെയ്യുക, കോമ്പറ്റീറ്റീവ്നെസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അതിനോടൊപ്പം തന്നെ simultaneously advancing the economic and social condition in the communities in which it operates. ഏത് കമ്മ്യൂണിറ്റിയിലാണോ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടുത്തെ എക്കണോമിക്കും സോഷ്യൽ കണ്ടീഷൻസ് കൂടെ അഡ്വാൻസ് ചെയ്യുക.
So enhancing the competitiveness of the company, at the same time enhancing or advancing the economic and social conditions of the community in which the organization is operating. That is shared value. So by using this shared value, short term ഫോക്കസിൽ നിന്ന് മാറി കുറച്ചുകൂടെ ലോങ് ടേം ആയിട്ടുള്ള ഫോക്കസിലോട്ട് മാറാൻ വേണ്ടി പറ്റും. So every policies and practices of the company will be having long term implications. So long term ആയിട്ടുള്ള well-being, long term ആയിട്ടുള്ള goodnessഉം long term ആയിട്ടുള്ള enhancementഉമാണ് അവർ അതുവഴി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. So this is having various internal benefits as well as external benefits. കാരണം കമ്പനിയുടെ വാല്യൂ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, കോമ്പറ്റീറ്റീവ്നെസ് എൻഹാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി റിട്ടേൺ കിട്ടുന്നുണ്ട്, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഗുഡ് സെയിൽസ്, ഗുഡ് ബിസിനസ് ഒക്കെ ക്യാരി ഓൺ ചെയ്യുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം എക്സ്റ്റേണൽ ആയിട്ട് സൊസൈറ്റിയിലും എക്കണോമിയിലും ഒക്കെ അതിന്റെ ബെനിഫിറ്റ്സ് കൂടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വാട്ട് ഇസ് ദ ഷെയർഡ് വാല്യൂ കൺസെപ്റ്റ്. ക്ലിയർ ആണ് ഷെയർഡ് വാല്യൂ എന്താണ്? ഓക്കെ, അപ്പൊ ഈ ഷെയർഡ് വാല്യൂവിന് അവർ കണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് അതെങ്ങനെ അച്ചീവ് ചെയ്യാന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. So we know that the financial statement, since it is only reporting the financial information, it could not communicate the entire ഒരു ഓർഗനൈസേഷന്റെ ഫുൾ വാല്യൂ, ഫുൾ വർത്തിന് നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഹിസ്റ്റോറിക്കൽ ഒരു വർത്ത് എങ്ങനെയായിരിക്കും, ഒരു കാര്യത്തിന്റെ വർത്ത് അതിന്റെ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അതിന്റെ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ്. സോ ഹൗ ഡിഡ് യു ജഡ്ജ് എ തിങ് ടു ബി എ വർത്തി? ഒരു വാല്യൂ ഉണ്ടെന്നൊരു സബ്ജക്റ്റിന് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഐറ്റത്തിന് വാല്യൂ ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയായിരിക്കും ജഡ്ജ് ചെയ്യുന്നുണ്ടാവുക? ഓക്കെ, പാസ്റ്റിൽ ഉണ്ടായിരിക്കണം, പ്രസന്റിൽ അതിന് യൂസ്ഫുൾനെസ് ഉണ്ടായിരിക്കണം, അറ്റ് ദി സെയിം ടൈം ഫ്യൂച്ചറിലും അതിന് യൂസ് ആയിട്ടിരിക്കണം. ഫ്യൂച്ചറിൽ യാതൊരു ഉപയോഗമില്ല എന്നുണ്ടെങ്കിൽ വി വിൽ നോട്ട് ബി അറ്റാച്ചിങ് എനി വാല്യൂ ടു ദാറ്റ് പെർട്ടിക്കുലർ തിങ്. ലൈക്ക്വൈസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് അതിന് മാത്രമായിട്ട് ഒരു കമ്പനിയുടെ, ഒരു കോർപ്പറേഷന്റെ ഫുൾ വാല്യൂനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് ദ ഫിനാൻഷ്യൽ പാസ്റ്റ് ഇൻഫർമേഷൻ ആ ഒരു പീരീഡിൽ എന്തൊക്കെയാണ് with information, what are all the transactions that have happened, what are the implications of the transactions എന്നുള്ളത് ഒരു പർട്ടിക്കുലർ അതിൽ ചെയ്യുന്നുണ്ടാവുക. സോ ലോങ് ടേം ആയിട്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ഷെയർഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് okay. Okay, ഇത് പക്കാ ഡ്രൈ തിയറി ആണെന്ന് എനിക്കറിയാം കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കുന്ന നൈസായിട്ട് അറിയാം. സോ ഇടയ്ക്കൊക്കെ ബ്രേക്ക് ഒക്കെ തന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ തന്നെയൊക്കെ പോട്ടാ. ഐ ജസ്റ്റ് വാണ്ട് ടു നോ ഞാൻ കൺവേ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ക്ലിയർ ആണോ അല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. സോ നമ്മളൊരു ഘട്ടം ഘട്ടമായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഘട്ടത്തിൽ എന്താ പറഞ്ഞത്? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മാത്രം പോരാ, നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷനും വേണം. എന്തിനു വേണം? സോ വാല്യൂ ക്രിയേഷൻ വന്നു, ഷെയർഡ് വാല്യൂ വന്നു. അത് വേണമെങ്കിൽ ഫിനാൻഷ്യൽ മാത്രം പോരാ, നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷനും വേണം. ഇനി നെക്സ്റ്റ്, ദ മൂവ്മെന്റ് ടു റിപ്പോർട്ട് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇതെങ്ങനെ വന്നു എന്നുള്ളത്. സോ ഇതൊരു 1950s അല്ലെങ്കിൽ 1960s വന്നിട്ടുള്ളതാണ്. കാരണം ബിക്കോസ് ഓഫ് ദ ഡിമാൻഡ് ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടാതെ തന്നെ വേരിയസ് അതർ ഇൻഫർമേഷൻസ് കൂടി ഉണ്ടായിരിക്കും. സോ അത് നമ്മുടെ വാല്യൂ ക്രിയേഷൻ പ്രോസസ്സിനെ എഫക്ട് ചെയ്യുന്നതിന്റെ പേരിൽ ആസ് പെർ ദ ഡിമാൻഡ്സ് ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ദിസ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കൂടെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വന്നു. സോ ഇറ്റ് ഒറിജിനേറ്റഡ് ഇൻ 1950s to early 1960s. 50 ആ ഒരു റേഞ്ചിലാണ് ഇത് വന്നിട്ടുള്ളത്. സോ ആരൊക്കെയാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ദോസ് പേഴ്സൺസ്, ദോസ് എൻറ്റിറ്റീസ് ഹു ആർ directly or indirectly affected by the operations of the business, അവരാണ് എന്ത് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എംപ്ലോയീസ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്, ഓണേഴ്സ് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, സപ്ലയേഴ്സ്, society, government, creditors, all these people are directly or indirectly related to the organization. ഒരു ബിസിനസിന്റെ ഫംഗ്ഷനിങ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നവരോ അല്ലെങ്കിൽ അതുകൊണ്ട് കോൺസിക്വൻസസ് അനുഭവിക്കുന്നവരോ ആയിരിക്കും ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. So the main the main purpose of the financial statement, as we have outlined in our previous portions, is that
it must provide information to the stakeholders. Stakeholders-ന് ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ they should be made available different information. So ആ ഇൻഫർമേഷൻ സപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഉദ്ദേശം. So if the information that is provided in the financial statement alone, that ആ financial statement, ആ financial information മാത്രം പറ്റില്ല എന്നുണ്ടെങ്കിൽ they would demand for more information. കുറച്ചുകൂടെ information അവര് demand ചെയ്യും. So that would be assisting them in their decision making process. So ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ടോപ്പിക്സ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള എമർജ് ചെയ്ത് വന്നിട്ടുള്ള രണ്ട് കൺസെപ്റ്റ് ആണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അറിയില്ല, കോർപ്പറേറ്റ് കമ്പനീസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ദേ മസ്റ്റ് ഡിസ്ചാർജ് ദെയർ social responsibility. നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ, since they are utilizing the resources which is available to the society as a large, they are responsible to the society. അല്ലേ, അവരെങ്ങനെയാ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നത്? സൊസൈറ്റിക്ക് കൂടി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് കൂടി യൂസ് ചെയ്തിട്ടാണ്. അതിന്റെ പേരില് a certain portion of their profit must flow to the society. അല്ലേ, അതുകൊണ്ടാണ് ചില ഓർഗനൈസേഷൻസ് ഒക്കെ നമുക്ക് കാണാറുണ്ട് CSR ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് അവർ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്സിന്റെ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനോ അല്ലെങ്കിൽ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചെലവഴിക്കുന്നുണ്ടായിരിക്കും. ലൈക്ക് ട്രീ പ്ലാന്റ് ഇതാക്കാനോ, അതായത് സ്കൂൾസും കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനോ, ഗേൾസ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്സ്, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവര് ഫണ്ട്സ് ഒക്കെ ചെലവഴിക്കുന്നുണ്ടല്ലോ. ദിസ് പാർട്ട് ഓഫ് ദിസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താ? ഡെവലപ്മെന്റ് മീൻസ് പ്രോഗ്രസ്, ആൻഡ് ദിസ് ഡെവലപ്മെന്റ് മസ്റ്റ് ബി സസ്റ്റൈനബിൾ മീൻസ് എൻവിറോൺമെന്റലി ഫ്രണ്ട്ലി ആയിരിക്കണം. പ്രസന്റ് ജനറേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. ആർ ദീസ് ടു കൺസെപ്റ്റ് വിത്തിൻ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്. ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗിന്റെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ജനറൽ ആയിട്ടൊരു ഐഡിയ ആണ്. ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗിന്റെ ഒരു എന്താ പറയുക, ഒരു പർവ്യൂവിൽ പെടുന്നതാണ് ഈ CSR ഉം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും ഒക്കെ. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് വന്നിട്ടുള്ളതൊക്കെ തന്നെ. സോ CSR റിപ്പോർട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ ഓർഗനൈസേഷൻ, അവരുടെ CSR ആക്ടിവിറ്റീസിന്റെ റിപ്പോർട്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്, അതൊക്കെ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗിന്റെ ഭാഗമാണ്. So corporate social responsibility focuses on organizations' impact on society, and sustainable development focuses on organizations meeting the needs of the present without compromising the ability of future generations to meet their own needs. Usually നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്, സൊസൈറ്റൽ ഇമ്പാക്റ്റിനെയാണ് ഈ CSR ആക്ടിവിറ്റീസ് CSR ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താ, പ്രസന്റ് ആയിട്ടുള്ള നീഡ്സ് ഒക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം, ബട്ട് വി ഷുഡ് നോട്ട് കോംപ്രമൈസ് ദ ഫ്യൂച്ചർ ജനറേഷൻ. കാരണം പ്രസന്റ് ആയിട്ട് നമ്മുടെ നീഡ് എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യണം. ആ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ ഫ്യൂച്ചർ ജനറേഷൻസിന്റെ അവരുടെ നീഡ് സാറ്റിസ്ഫാക്ഷന് അത് ഹിൻഡർ ചെയ്യാൻ വേണ്ടി പാടില്ല. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതുമായിട്ട് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ജനറൽ ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ് ആണ്. അതെന്താ, ISO 2600 ഗൈഡൻസ് ഓൺ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. 2010 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ്. ആൻഡ് വാട്ട് ഇറ്റ് ഈസ് ദാറ്റ് ഇറ്റ് എയ്ഡ്സ് ഓർഗനൈസേഷൻ ഇൻ സ്ട്രക്ചറിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ദെയർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, including their stakeholder relationships and community impacts. ഈ CSR ആക്ടിവിറ്റീസിനും CSR-നൊക്കെ റൂൾ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് ഈ ഗൈഡൻസ് ഓൺ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ് ദി ഓർഗനൈസേഷൻ അവരുടെ CSR-ന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസ് സ്ട്രക്ചർ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, അതിന് ഇവാലുവേറ്റ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഇംപ്രൂവ് ചെയ്യുക, കമ്മ്യൂണിറ്റിയിലുള്ള റിലേഷൻഷിപ്പിന് ഇംപ്രൂവ് ചെയ്യുക, എല്ലാ ഫാക്ടേഴ്സിലും ഓർഗനൈസേഷന് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഈ ഗൈഡൻസ് ഓൺ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്റ്റാൻഡേർഡ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. സോ ദിസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൂടെ അതിന്റെ ഒരു ഭാഗമാണ്. സോ ഇതിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താന്നൊക്കെ പറയുന്നുണ്ട്. ജനറൽ ആയിട്ടുള്ള കാര്യമാട്ടോ, ഇതിനെക്കുറിച്ച് നമുക്ക് ചോദ്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല. സോ പുതിയൊരു ടോപ്പിക് ആയതിന്റെ പേരിൽ അതിന്റെ ഹിസ്റ്ററി മുതൽ ഇങ്ങനെ വന്ന് പോകുന്നതാണ്. അത്രയൊന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിക്കുന്നില്ല. എന്താണ് ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ ഈ ISO 26000 അതിന്റെ ആ ഗൈഡൻസ് ഓൺ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ആ സ്റ്റാൻഡേർഡിൽ they are providing a definition for the social responsibility.
അതിലെന്താണ് പറയുന്നത്? Social responsibility is an organization's responsibility for the impact of its decisions and activities on a society and the environment through transparent and ethical behavior. അതിലെന്താ പറയുന്നത്? So organization is making some decisions, right? And decisions, those decisions are having certain impact on the society and the environment. So അതിനെങ്ങനെ റൂൾ ചെയ്യണം, അതിനെങ്ങനെ നമ്മൾ നോക്കണം എന്നുള്ളതാണ്. ഇമ്പാക്ട് എങ്ങനെ നമ്മൾ പരിശോധിക്കണം. സോ അവിടെ എങ്ങനെ നമ്മൾ എത്തിക്കൽ ബിഹേവിയർ കൊണ്ടുവരണം, അവിടെ എങ്ങനെ നമ്മൾ ജസ്റ്റിഫൈഡ് ആയിട്ട് ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. So whatever decisions that is made by an organization should follow these things. What I say, contributes to sustainable development, including the health and welfare of the society. So our business development, our business decisions must be sustainable. Sustainable ആയിട്ടുള്ള decisions ആയിരിക്കണം. Sustainable development contribute ചെയ്യുന്നതായിരിക്കണം. Societal health and societal welfare ഒക്കെ അതിന്റെ ഭാഗമായിട്ട് include ചെയ്യുന്നതാണ്. And the decisions takes into account the expectations of stakeholders. So sustainable ആയാൽ മാത്രമല്ല, സൊസൈറ്റിയിലെ ഹെൽത്തും വെൽഫെയറും മാത്രം നോക്കിയാൽ പോരോ, there are stakeholders അല്ലേ, അവർക്ക് റിട്ടേൺസ് പ്രതീക്ഷിക്കുന്നുണ്ടാവും, അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സിന് പ്രോഫിറ്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. So it should also meet the expectations of the stakeholders as well. And it complies with applicable law and is consistent with international norms of behavior. അതിന് applicable ആയിട്ടുള്ള ലോസും റൂൾസും ഒക്കെ അത് കംപ്ലൈ ചെയ്യണം. ആൻഡ് ഇന്റർനാഷണൽ നോംസ് ഓഫ് ബിഹേവിയറുമായിട്ട് കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതിൽ നിന്ന് വ്യതിചലിച്ച് പോകാൻ പാടില്ല. ഇറ്റ് മസ്റ്റ് ബി ഇൻ ലൈൻ വിത്ത് ദിസ് ഇന്റർനാഷണൽ നോംസ് ഓഫ് ബിഹേവിയർ. Next is integrated throughout the organization and practice in its relationship. Integrated throughout the organization means ഓർഗനൈസേഷനിലെല്ലാം ഇത് അപ്ലിക്കബിൾ ആയിരിക്കണം. ഓർഗനൈസേഷൻ റിലേഷൻഷിപ്സിലെല്ലാം ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണം. ഓർഗനൈസേഷൻ റിലേഷൻഷിപ്പ് മീൻസ് എംപ്ലോയി ടു എംപ്ലോയി, എംപ്ലോയർ ടു എംപ്ലോയി, എംപ്ലോയി ടു കസ്റ്റമർ, മാനേജർ, ആ ഒരു റിലേഷൻഷിപ്സിലൊക്കെ ഈ ഒരു ബിസിനസിന്റെ സസ്റ്റൈനബിലിറ്റിയും അതിന്റെ റെസ്പോൺസിബിലിറ്റിയും അവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് അവിടെ കൂടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം, മീൻസ് അതോടെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. സൊസൈറ്റിയിൽ മാത്രമല്ല, ഓർഗനൈസേഷന്റെ ഉള്ളിലും അത് അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. Clear? Okay. Okay. ഇനി ഇതില് GRI എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട്, ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ഇനീഷ്യേറ്റീവ്. സോ ദിസ് ഗ്ലോബൽ ഇറ്റ്സ് എൻ NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. US ബോസ്റ്റണില് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു NGO ആണത്. And in 1997, so what is the main aim of this organization? To support economic, environmental and social sustainability. Economic, environmental, social, economic and environmental ആയിട്ടുള്ളതും സൊസൈറ്റി മൂന്നിനെയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള സസ്റ്റൈനബിലിറ്റി, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് US ബോസ്റ്റൺ ഇൻ മസാച്യുസെറ്റ്സിലെ ബോസ്റ്റൺ എന്ന് പറഞ്ഞ സിറ്റിയിലെ ഒരു 1997 ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു NGO ആണ് GRI, ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. So and GRI has been headquartered in Amsterdam, the Netherlands. Okay, so there the main aim and the sustainable social, economic and environmental sustainability ne support cheya promote cheyanulladana. So for doing that they will be issuing guidelines avaru issue cheyyunnundayirikkum. Sustainability reporting guidelines on economic, environmental and social performance nu parnittu avaru first aayittu oru guideline konduvarudana. Sustainability reporting guidelines on economic, environmental and social performance 2000 il avaru launch cheyidu. adine avaru several pala thavana update cheyidondirikkum because environmental concerns മാറിക്കൊണ്ടിരിക്കുകയാണ്, ബിസിനസിന്റെ നേച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ട് ഈ ഒരു റിപ്പോർട്ടിംഗ് ഗൈഡ് ലൈൻസിൽ അമെൻഡ്മെന്റ്സും ഇതിൽ എന്താ പറയുക ഇൻക്ലൂഷൻസും ചില എക്സ്ക്ലൂഷൻസും ഒക്കെ അവർ പീരിയോഡിക്കലി വരുത്തിക്കൊണ്ടൊക്കെ ഇരിക്കും. 2000 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ഗൈഡ് ലൈൻ ആണ് അത്. ഭയങ്കര റിപ്പീറ്റിംഗ് ആയിട്ടൊക്കെ തോന്നും കേട്ടോ. ഈവൻ ഐ എം ഫീലിംഗ് ബോർഡ്. Okay. So I will provide you a break. Don't worry. US
So everything we are studying is in the perspective of the US. US-ൽ ഇത് പ്രത്യേകിച്ച് മാൻഡറ്ററി ആയിട്ടൊരു കാര്യമൊന്നുമല്ല. ഫിനാൻഷ്യൽ ഇൻഫർമേഷനും നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് പ്രിപ്പയർ ചെയ്യണം. ഇറ്റ്സ് നോട്ട് മാൻഡറ്ററി ഇൻ US. ചില കാര്യങ്ങൾ ഡിസ്ക്ലോഷർ അവർ പറയുന്നത് ലൈക്ക് മൈനിങ് ഒക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മിനറൽ എക്സ്ട്രാക്ഷൻ ഓർ എക്സ്ട്രാക്ഷൻ പോലുള്ള ഇൻഡസ്ട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ചില ഡിസ്ക്ലോഷേഴ്സ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ബിക്കോസ് സോ ഇറ്റ്സ് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂ, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഹസാർഡ്സ് എഫക്ട്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒക്കെ കാര്യങ്ങളിൽ ഇപ്പൊ മൈൻ സേഫ്റ്റി, മിനറൽ എക്സ്ട്രാക്ഷൻ, അതിലൊക്കെ അവർ ചില ഡിസ്ക്ലോഷേഴ്സ് ആവശ്യപ്പെടുന്നുണ്ട്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, നോൺ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഈസ് നോട്ട് എ മാൻഡറ്ററി തിങ് ഇൻ US. But many of the US companies are voluntarily taking up this non-financial reporting. കാരണം ചേഞ്ചിങ് ആയിട്ടുള്ള എൻവിറോൺമെന്റൽ നീഡ്സ്, റിപ്പോർട്ടിംഗ് നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യണം. കോമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ റിപ്പോർട്ടിംഗ് മെത്തേഡ്സ്, റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് അത്ര എഫിഷ്യന്റ് ആയിട്ട് ഇരിക്കണം. സോ അതിന്റെ പേരിൽ മിക്ക കമ്പനീസും വോളണ്ടറി ആയിട്ട് തന്നെ ഈ നോൺ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അവര് നടത്തുന്നുണ്ട്. US അല്ലാതെ നോൺ US ആയിട്ടുള്ള മറ്റു രാജ്യങ്ങളിലും ചില കൺട്രീസിലും ചില കമ്പനീസിലൊക്കെ ഇത് മാൻഡറ്ററി ആയിട്ട് നിർബന്ധമാണ്. ഒരു എക്സാമ്പിൾ തന്നെ പറഞ്ഞിരിക്കുന്നത് യൂറോപ്യൻ കമ്മീഷൻ, അവര് ഒരു ഡയറക്റ്റീവ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഡയറക്റ്റീവിന്റെ നമ്പർ ആട്ടോ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ലാർജ് പബ്ലിക് ഇൻട്രസ്റ്റ് എൻറ്റിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ഉണ്ടായിരിക്കും? ലിസ്റ്റഡ് കമ്പനീസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസില്, പബ്ലിക് സ്റ്റോക്ക് എക്സ്ചേഞ്ചസില് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ്, ബാങ്കുകള്, ഇൻഷുറൻസ് കമ്പനീസ്, അല്ലെങ്കിൽ മറ്റ് അതോറിറ്റീസ് ഉണ്ടാവല്ലോ, അവര് ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ചില കമ്പനീസ് ഉണ്ടായിരിക്കും. ദേ ആർ ദ പബ്ലിക് ഇൻട്രസ്റ്റ് എൻറ്റിറ്റീസ്. അവരും ചില ലാർജ് കമ്പനീസും ഒക്കെ അവരുടെ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത് ഒരു ഡയറക്റ്റീവ് നിർദ്ദേശം യൂറോപ്യൻ യൂണിയൻ 2014 ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ സോ അതിലെന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെർസ്പെക്റ്റീവ്, ആ ഒരു മാൻഡറ്ററി പബ്ലിക് ഇൻട്രസ്റ്റ് എൻറ്റിറ്റീസും ലാർജ് എൻറ്റിറ്റീസ് ഉണ്ടല്ലോ, അതിൽ കവർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള യൂറോപ്യൻ യൂണിയന്റെ കമ്പനീസ് ഒക്കെ ദേ ഹാവ് ടു മേക്ക് റിപ്പോർട്ട്സ് ഓൺ ദ പോളിസീസ്, റിസ്ക് ആൻഡ് പ്രോഗ്രാം ഔട്ട്കംസ് റിലേറ്റഡ് ടു എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ട്രീറ്റ്മെന്റ് ഓഫ് എംപ്ലോയീസ്, റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ആൻഡ് ബ്രൈബറി മാറ്റേഴ്സ്. ഈ വക കാര്യങ്ങളാണ് നമ്മൾ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ സോഷ്യൽ ബ്രൈബറി ആൻഡ് ആന്റി കറപ്ഷൻ, ഹ്യൂമൻ റൈറ്റ്സ്, ട്രീറ്റ്മെന്റ് ഓഫ് എംപ്ലോയീസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവർ ഫോർമുലേറ്റ് ചെയ്യുന്ന പോളിസീസ്, റിസ്ക്, അവരുടെ പ്രോഗ്രാംസ്, ഇതിന്റെ എല്ലാത്തിന്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ യൂറോപ്യൻ കമ്മീഷന്റെ ഡയറക്റ്റീവ് പ്രകാരം പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു ഡയറക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാട്ടോ പറയുന്നത്. നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ് ടു അസ്. സോ ഒരു ജനറൽ ആയിട്ട് ഒരു കാര്യം അതിന്റെ പേരിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ട്രേഡ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈസൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അനുമതി കിട്ടിയിട്ടുള്ള കമ്പനീസും they must also prepare a report. അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? about the age, gender, professional and educational backgrounds at different management levels. So age, gender, professional, educational background, മാനേജ്മെന്റ് ലെവൽസിലുള്ള ഓരോ ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ. കാരണം their main business is trading securities. അപ്പോൾ അതിനുള്ള കോമ്പിറ്റൻസി എന്തോന്ന് മനസ്സിലാക്കണമല്ലോ. മാനേജ്മെന്റ് ലെവൽസിലുള്ള എല്ലാവരുടെയും ഏജ്, ജെൻഡർ, പ്രൊഫഷണൽ, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അടങ്ങുന്ന റിപ്പോർട്ട് അവർ പ്രസന്റ് ചെയ്യണം. സോ അല്ലെങ്കിൽ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിന്റെ ഒപ്പം അല്ലെങ്കിൽ സെപ്പറേറ്റ് റിപ്പോർട്ട് ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേക്ക് ഹോൾഡേഴ്സിനോ ഈ നോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻഫർമേഷൻ മസ്റ്റ് ബി വെരിഫൈഡ് ബൈ എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ, അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ഫേം അതിനെ വെരിഫൈ ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. സോ ഓഡിറ്ററുടെ അഷുറൻസ്, അത് ഓഡിറ്റ് ചെയ്യേണ്ട ഒരു റിപ്പോർട്ട് കൂടിയാണ് ഈ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള റിപ്പോർട്ട്. ഓർ വി കുഡ് സേ ദിസ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട്. ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട് മീൻസ് അതും കൂടെ ഉൾക്കൊണ്ടിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ ഈ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിനെ നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെയും കൂടെ നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദീസ് ആർ ദി തിങ്സ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ഈ ഒരു റിപ്പോർട്ട് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, ആൻഡ് എങ്ങനെയാണ് റിപ്പോർട്ട് പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അപ്പം പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി നമ്മൾ പബ്ലിഷ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാം. പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ അതിനെ വെരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ഫേം അതിനെ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ
ഓഡിറ്റേഴ്സ് അഷുറൻസ് ആവശ്യമൊന്നുമില്ല ഇതിലെ കണ്ടന്റിനെ വെച്ച്, ബട്ട് ഇറ്റ് മസ്റ്റ് ബി ഓഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. Okay. South Africa was the first country to include integrated reporting in its official reporting requirements. അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്സിൽ ഈ ഒരു ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിങ്ങിന്റെ ഒരു കൺസെപ്റ്റ്സ് റിക്വയർമെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഫസ്റ്റ് കൺട്രി വാസ് സൗത്ത് ആഫ്രിക്ക. So the King Code of Governance for South Africa, King 3, ആ ഒരു കോഡാണ്, ആ ഒരു ഇഷ്യൂ അവര് ഇതുമായിട്ടുള്ള ഇഷ്യൂ ചെയ്തൊരു ഡയറക്റ്റീവ് ഉണ്ടാവുമല്ലോ അവരുടെ ആ ഒരു ലോ, അതിനെ കിങ് കോഡ് ഓഫ് ഗവേണൻസ് ഫോർ സൗത്ത് ആഫ്രിക്ക എന്നിട്ട് കിങ് 3 എന്നാണ് പറയുന്നത്. അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ along with the financial information, the company should also present the non-financial information regarding the strategy, risk, performance and sustainability of the company towards society, towards economy, towards the environment. ഈ വക കാര്യങ്ങളിലുള്ള അവരുടെ റിസ്ക്, പെർഫോമൻസ്, സസ്റ്റൈനബിലിറ്റി ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ കൂടെ തന്നെ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണമെന്നാണ് പറയുന്നത്. സോ ജോഹന്നസ്ബർഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് പിന്നെ അതുപോലുള്ള ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിനുമാണ് ഈ ഒരു നിയമം ബാധകമായിട്ടുള്ളത്. സോ ഈ ഒരു ഗൈഡൻസ് ഇഷ്യൂ നടത്തുന്ന വഴി അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് കമ്മിറ്റി സൗത്ത് ആഫ്രിക്കയിൽ നിലവിൽ വന്നത്. it came into being because of this requirement. ഈ ഒരു റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് കാരണമാണ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ IRC വന്നിട്ടുള്ളതായിരുന്നത്. ഈ IRC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ നാഷണൽ ബോഡി, നാഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അതിൽ ആരൊക്കെ ഉണ്ട്? ഇറ്റ് ഇൻക്ലൂഡ്സ് അക്കൗണ്ടൻസ് ആർ ദർ, കമ്പനീസ് ആർ ദർ, ഇന്റേണൽ ഓഡിറ്റേഴ്സ് വിൽ ബി ദർ, ഡയറക്ടേഴ്സ് വിൽ ബി ദർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് LIC, GIC അങ്ങനത്തെ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്പനീസ് ഉണ്ടാവുമല്ലോ. പിന്നെ JSE, ജോഹന്നസ്ബർഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൗത്ത് ആഫ്രിക്കയിലെ മെയിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ്. സോ കോർപ്പറേറ്റ് റിപ്പോർട്ടിങ്ങിലുള്ള മറ്റ് ഇൻട്രസ്റ്റ് ഏരിയാസിലുള്ള എല്ലാവരെയും റിപ്പോർട്ടിങ്ങിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഓരോരുത്തരും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നാഷണൽ ബോഡിയാണ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് കമ്മിറ്റി സൗത്ത് ആഫ്രിക്കയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ആ IRC കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്, റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ആ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ IIRC, ഇന്റർനാഷണൽ റിപ്പോർട്ടിംഗ് കൗൺസിൽസ്, ഇന്റർനാഷണൽ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് കൗൺസിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഫ്രെയിംവർക്ക് ആയിട്ട് അതിലോട്ട് എത്തിച്ചത് ഈ ഒരു സൗത്ത് ആഫ്രിക്ക IRC കൊണ്ടുവന്നിട്ടുള്ള ഈ ഗൈഡ് ലൈൻസ് ആണ്. സോ അതാണ് ഈ IIRCയുടെ ഗൈഡ് ലൈൻസിലോട്ട് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. ഈ IIRC അവരുടെ ഗൈഡിംഗ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഗൈഡ് ലൈൻ ഫ്രെയിംവർക്ക് ഇഷ്യൂ നടത്തിയത് 2013 സോ ദിസ് ഈസ് റിഗാർഡിംഗ് ദിസ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ആദ്യം നമ്മൾ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം മുതൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. സോ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഷെയർഡ് വാല്യൂ പറഞ്ഞു. ഷെയർഡ് വാല്യൂ എങ്ങനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിപ്പോർട്ടിങ്ങിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. Then we discussed about the corporate social responsibility and what സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് പഠിച്ചു. എന്താണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം, സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ചു. ദെൻ US എന്താണ് അതിന്റെ ആപ്ലിക്കബിലിറ്റി നമ്മൾ പഠിച്ചു. പിന്നെ US മാൻഡറ്ററി അല്ല ചില, ബട്ട് യൂറോപ്യൻ യൂണിയൻ ഒക്കെ അത് മാൻഡറ്ററി ആയിട്ട് പറയുന്നുണ്ട്, ആർക്കൊക്കെ മാൻഡറ്ററി ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദ കേസ് ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലാണ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് ഒഫീഷ്യൽ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്സിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺട്രി. അവിടുത്തെ എങ്ങനെയാണ് പ്രാക്ടീസ്, എങ്ങനെയാണ് അവിടുത്തെ റിക്വയർമെന്റ്സ്, ഈ വക കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്. So any queries regarding the topic that we have discussed? Do you have any queries? ബോറടിക്കുണ്ടോ? ഇല്ല മാം, തുടങ്ങിയല്ലേ ഉള്ളൂ. ഓക്കെ,
Okay, greatest motivation. Okay, done. ഇതൊന്ന് എടുക്കാം. ഇന്റർനാഷണൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. നമ്മൾ ഈ പറഞ്ഞല്ലോ ഇന്റർനാഷണൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, ആ ഒരു കൗൺസിലിന്റെ IIRC അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻസ് ആണ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് എങ്ങനെ കൊണ്ടുവരുന്നത് എന്നുള്ളത്. സോ ദിസ് ഇന്റർനാഷണൽ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് കൗൺസിൽ അല്ലെങ്കിൽ IIRC ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ ഓഗസ്റ്റ് 2010, 2010 കൊണ്ടിട്ടുള്ളത് ആസ് ഇന്റർനാഷണൽ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് കമ്മിറ്റി. സോ what their main aim ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ bringing together a cross section of representatives from the corporate, investment, accounting, securities, regulatory, academic and standard setting sectors as well as civil society. അതായത് IIRC നിങ്ങൾ മുന്നും പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ നിങ്ങളുടെ വാല്യൂ ക്രിയേഷൻ അല്ലെങ്കിൽ ബിസിനസ് പ്രോസസ് ഇംപ്രൂവ്മെന്റിലൊക്കെ വാല്യൂ ആഡഡ് വാല്യൂ ചെയിനിലൊക്കെ ആ ഒരു സമയത്തൊക്കെ IIRC കുറിച്ച് നിങ്ങൾ ജസ്റ്റ് കേട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. സോ IIRCയുടെ മെയിൻ ഉദ്ദേശം എന്താണ്? വാല്യൂ ക്രിയേഷൻ, ഓർഗനൈസേഷന്റെ വാല്യൂ ക്രിയേഷന് വേണ്ടിയിട്ട് they have to provide information അല്ലെ? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ must be there and നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ must be there. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതിനൊരു ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ IIRCയുടെ മെയിൻ ആയിട്ടുള്ള ഒരു മോട്ടീവ്. അതിന് വേണ്ടിയിട്ട് ഫോർ അച്ചീവിംഗ് ദാറ്റ് മോട്ടീവ്സ് they will be bringing to the various people in the various section of the society. ഏതൊക്കെ ഉണ്ടായിരിക്കും? ഇൻവെസ്റ്റ്മെന്റ്സ്, അക്കൗണ്ടിങ് പ്രൊഫഷൻ, സെക്യൂരിറ്റീസുമായി ഡീൽ ചെയ്യുന്ന ആളുകൾ, റെഗുലേറ്ററി ബോഡീസിലുള്ള ആളുകൾ, അക്കാഡമീഷ്യൻസ് വിത്ത് ബി ദ സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി എന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് ആയിക്കോട്ടെ. അവരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഈ IIRC they create globally accepted framework for a process that results in communications by an organization about value creation over time. So ഓർഗനൈസേഷന്റെ വാല്യൂ ക്രിയേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നതാണ് ഈ ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ്, ഗൈഡ് ലൈൻസ്, ഫ്രെയിംവർക്ക്. അതൊക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ആളുകളേക്ക് ഒരുമിച്ച് കൊണ്ടുവരിക. ജസ്റ്റ് എ മൊമെന്റ്. Okay. So here it is saying that it is a global coalition of regulators. Global coalition means ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ളതാണ്. As we have studied corporate sector, investments, accounting profession, securities, regulatory bodies, academicians, standard settings, publicil എന്നുള്ള പേരുള്ള representatives എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്. It is a coalition of various parties. So ഈ കോയിലേഷന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണ്? ഇറ്റ് പ്രൊമോട്ട് കമ്മ്യൂണിക്കേഷൻ അബൌട്ട് വാല്യൂ ക്രിയേഷൻ ആസ് എ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ എവല്യൂഷൻ ഓഫ് കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗ്. ഈ റിപ്പോർട്ടിംഗിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രൂപത്തിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ അബൌട്ട് വാല്യൂ ക്രിയേഷൻ ബൈ ദി ഓർഗനൈസേഷൻ. In order to promote this, they are integrating various peoples in the various strata of the society. Okay. So this thing is important. What is value creation? It is defined framework പ്രകാരം value creation അവർ define ചെയ്തിരിക്കുന്നത് increases, decreases or transformation of the capital caused by the organization's business activities and output. As a result of an organization functioning in the economy, as a result of their business operations, their activities and outputs, capital. കുറച്ച് capitals താഴെ പറയും. അതിൽ ഇൻക്രീസ് ചെയ്യുക, അതിനല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ കൊണ്ടുവരിക. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ വാല്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ആ ക്യാപിറ്റൽസ് എന്താന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. സോ ദിസ് ഇസ് എ ബോഡി, ഒരു ബോഡി അതിന്റെ പേരില്, ഇതൊരു കമ്മിറ്റി ആയതിന്റെ പേരില് ഇറ്റ് ഈസ് ഹാവിംഗ് വിഷൻ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ട്. ആ മിഷനും വിഷൻ ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. മിഷൻ എന്താണ്? മെയിൻ ആയിട്ടുള്ള മിഷൻ is to establish integrated reporting and thinking within mainstream business practice as a norm in the public and private sector. പബ്ലിക് ആയിക്കോട്ടെ പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ ഒരു നിർബന്ധം എന്നുള്ള രൂപത്തിൽ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിങ്ങും തിങ്കിങ്ങും കൊണ്ടുവരിക, എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള മിഷൻ. വിഷൻ, what it wishes to achieve.
The vision is to align capital allocation and corporate behavior to wider goals of financial stability and sustainable development through the cycle of integrated reporting and thinking. Integrated reporting and thinking വഴി, as I have told, ചില ക്യാപിറ്റൽസിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, അതെന്താന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യും. This allocation of this capital and corporate behavior. ഇതിന്റെ രണ്ടിന്റെയും ഉദ്ദേശം എന്താ? To wider goals of financial stability and sustainable development. To achieve what? Financial stability achieve ചെയ്യുക and sustainable development achieve ചെയ്യുക. അപ്പം ഈ കുറച്ച് പറയാവുന്ന ക്യാപിറ്റൽ ഉണ്ട്, ആ ക്യാപിറ്റലിനെ അലൈൻ ചെയ്യുക, കോർപ്പറേറ്റ് ബിഹേവിയർ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് വിഷൻ. That is the main objective of IIRC, is to change the corporate reporting system so that integrated reporting becomes the government. ഈ കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടല്ലോ ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത് വരുന്നത്, അതിൽ ചേഞ്ചസ് കൊണ്ടുവരിക, അതുവഴി ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് ഒരു ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം, ഗ്ലോബലി ഒരു ഒരു റൂൾ ആയിട്ട് മാറാം. അതാണ് ഇവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മിഷൻ ഒബ്ജക്റ്റീവ് ക്ലിയർ ആണോ? ഓക്കെ. Okay, so നമ്മൾ പഠിച്ചു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാന്ന് പഠിച്ചു. So means those people who are directly or indirectly affected by the operations അല്ലെങ്കിൽ functioning of the business. അതാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. So in this IIRC, International Integrated Reporting Committee, അവര് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പെർസ്പെക്റ്റീവ് ഒന്ന് വൈഡൻ ആക്കി. എന്തൊക്കെയും ഇൻക്ലൂഡ് ചെയ്യുന്നു? ഇനി ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു? Those whose actions can be expected to significantly affect the organization, and also expanded the list of those groups identified as stakeholders as follows. So stakeholders ആരൊക്കെ പെടും? ഓർഗനൈസേഷൻ കൊണ്ട് അഫക്ട് ചെയ്യുന്ന മാത്രമല്ല, ചില ആളുകൾ ഉണ്ടായിരിക്കും അവരുടെ ആക്ഷൻസും ഓർഗനൈസേഷൻ അഫക്ട് ചെയ്യാം, അല്ലെ? ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സ് എന്താണ്? കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡർ ആണ്, അവരുടെ ആക്ഷൻസ് ചിലപ്പോൾ കമ്പനിയെ അഫക്ട് ചെയ്യും, ഇല്ലേ? അവരുടെ ഹോൾഡിംഗ്സ് മൊത്തം വിൽക്കാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ ഒരു അക്വിസിഷൻ ഒക്കെ അവര് സമ്മതം കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനെ അത് എഫക്ട് ചെയ്യും. സോ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ദോസ്, അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഹൂസ് ആക്ഷൻസ്, ആരുടെയൊക്കെ ആക്ഷൻസ് നമ്മുടെ ഓർഗനൈസേഷനെ കാര്യമായിട്ട് ബാധിക്കുന്നുവോ അവരെയും കൂടെ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പരിധിയിൽ പെടുത്തുന്നു. ഇൻക്ലൂഡിങ് അലോങ് വിത്ത് ദി അതർ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൂടാതെ അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലെ അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം those groups or individuals that are reasonably be expected to be significantly affected by an organization's business activities, outputs or outcomes, or whose actions, ഇതാണ് ഈ പുതുതായിട്ട് വന്നിട്ടുള്ള ഇൻക്ലൂഷൻ. ഏതാ? those groups or individuals, ഓർഗനൈസേഷന്റെ ബിസിനസ് ആക്ടിവിറ്റീസ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്കംസ് വഴി അഫക്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, along with that whose actions can reasonably be expected to significantly affect the ability of the organization to create value over time. ആരുടെയൊക്കെയോ ആക്ഷൻസ് ഓർഗനൈസേഷന് അവരുടെ വാല്യൂ ക്രിയേഷൻ അല്ലെങ്കിൽ വാല്യൂ ക്രിയേഷനെ ലോങ് അഫക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു, അവരും ഓർഗനൈസേഷൻ കാരണം അഫക്ട് ചെയ്യുന്നവരും ആര് കാരണമാണോ ഓർഗനൈസേഷൻ അഫക്റ്റഡ് ആവുന്നതും അവരും ഇൻക്ലൂഡഡ് ആണ്. സോ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? പ്രൊവൈഡേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ, യെസ്, ഷെയർ ഹോൾഡേഴ്സ്, ഡെറ്റേഴ്സ്, ബോറോവേഴ്സ് അവരൊക്കെ പെടും, മീൻസ് ലെൻഡേഴ്സ് ഒക്കെ പെടും, എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, business partners, local communities, NGOs, environmental groups, legislatures, regulators and policy makers. Local communities, ഇപ്പോ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ ബിസിനസിനെ അവർ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കും. ഡെഫിനറ്റ്ലി ദർ ഡിസിഷൻ ഇസ് ഗോയിങ് ടു എഫക്ട് അവർ ഓർഗനൈസേഷൻ. മാത്രമല്ല അവരുടെ വേറെന്ത് കാര്യങ്ങളായിക്കോട്ടെ അത് നമ്മളെ പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി, വെദർ ഇറ്റ് ഇസ് ഇമ്പാക്ടിങ് ഓർ നോട്ട്, ദേ ആർ ദ സ്റ്റേക്ക് ഹോൾഡർ. legislators, they are formulating laws ഉണ്ടാക്കുന്നവരാണ്. സോ ഒരു എന്തെങ്കിലും ഒരു ലോ ബിസിനസിനെ അഫക്ട് ചെയ്യുന്ന ലോ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബിസിനസ് ചില ലോ ഉണ്ടാക്കി അത് നമ്മൾ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആർ ദ സ്റ്റേക്ക് ഹോൾഡർ. പോളിസി മേക്കേഴ്സ്, യെസ്, ഓർഗനൈസേഷണൽ പോളിസി, എൻവിറോൺമെന്റൽ പോളിസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്കണോമിക് പോളിസി, മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസീസ് ഒക്കെ നമ്മുടെ ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദോസ് പോളിസി മേക്കേഴ്സ് ആർ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. environmental groups, NGOs, non-governmental organizations, business partners. So ഈ വക ആളുകളൊക്കെ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്.
Clear? Thus, that's important. Groups or individuals that are reasonably expected to be significantly affected by an organization business activities, output or outcome, or whose action can reasonably expected to significantly affect the ability of the organization to create value over time. If you wish, you could note it down. Just on the note the sentences. നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ടോ? ഓക്കെ. നോട്ട് ഡൗൺ ചെയ്താലൊന്ന് പറയാം കേട്ടോ. Okay, sorry. Noted. Okay. So this is ഈ ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്. ഈ റിപ്പോർട്ട് എന്താണ്, ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്, ഇന്റഗ്രേറ്റഡ് തിങ്കിങ്, ഇതിന്റെ മൂന്നിന്റെയും റിലേഷൻഷിപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് മുമ്പ് ഞാൻ ടോപ്പിക്സ് ഒരു ഓവർവ്യൂ തരാം. കുറച്ച് ക്യാപിറ്റൽ എന്ന് പറഞ്ഞല്ലോ, ദിസ് തിങ്, ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. മീൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. Then integrated reporting, the main goal, purpose, goal. Okay. ഇതൊക്കെയാണ് ഇതുവരെ നേരത്തെ പറഞ്ഞതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രോ മാതിരി. ദെൻ വാല്യൂ ക്രിയേഷന്റെ ആ ഒരു നേരത്തെ പറഞ്ഞല്ലോ, ആ വാല്യൂ ക്രിയേഷന്റെ നമ്മളൊരു ഡെഫിനിഷൻ ഒക്കെ പഠിച്ചല്ലോ, അതിനൊന്ന് കുറച്ച് വിപുലീകരിച്ച് പറയുന്നതാണ് വാല്യൂ ക്രിയേഷൻ. നെക്സ്റ്റ് വി ഹാവ് ദ പ്രോസസ്, വാല്യൂ ക്രിയേഷൻ പ്രോസസ് എങ്ങനെയാണെന്നുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് അതിനെ പഠിക്കാം. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ കണ്ടന്റ്, വാട്ട് ആർ ദ കണ്ടന്റ് ഓഫ് എൻ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട്, എന്തൊക്കെ കണ്ടന്റ് അതിലുണ്ടാകും എന്നുള്ളത് പഠിക്കാം. ആഫ്റ്റർ ദാറ്റ് ഒരു സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ടോപ്പിക് കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് കഴിയും. സോ ബിഫോർ ആ ഒരു ക്യാപിറ്റൽസിലോട്ട് പോകുന്നതിന് മുൻപ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട് എന്താണ്, റിപ്പോർട്ടിംഗ് എന്താണ്, തിങ്കിങ് എന്താണ്, ഇതിന്റെ മൂന്നിന്റെയും റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. റിപ്പോർട്ട് എന്താണ്, ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് എന്താണ്? ഇറ്റ്സ് എ റിപ്പോർട്ട്. അപ്പൊ അതിൽ തന്നെയുണ്ട് റിപ്പോർട്ട്. ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ അല്ലേ? ഒരു റിട്ടേൺ ഫോം ആയിരിക്കാം, ഓറൽ ഫോം ആയിരിക്കാം, അല്ലെങ്കിൽ എന്തിലായിരിക്കാം. ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ അബൌട്ട് എ പർട്ടിക്കുലർ തിങ്. ഒരു ഹാപ്പനിങ് ആയിരിക്കും, ഒരു പർട്ടിക്കുലർ ഇവന്റ് ആയിരിക്കും, ഒരു പർട്ടിക്കുലർ തിങ് ആയിരിക്കാം. അതിനെ പറ്റിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് റിപ്പോർട്ട്. Same like this integrated report is a concise communication about how an organization's strategy, governance, performance and prospects in the context of its external environment leads to the creation of value over the short, medium and long term. Over the term. അല്ലെങ്കിൽ എങ്ങനെ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജി, ഓർഗനൈസേഷന്റെ ഗവേണൻസ്, പെർഫോമൻസും അതിന്റെ പ്രോസ്പെക്ട്സ്, ഫ്യൂച്ചർ ഗ്രോത്ത് പ്രോസ്പെക്ട്സും ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇറ്റ്സ് എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്.
കോണ്ടെക്സ്റ്റ് ഓഫ് ഇസ് എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് മീൻസ് നമ്മുടെ എക്സ്റ്റേണലി ഉള്ള മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് എങ്ങനെ വാല്യൂ ഷോർട്ട് ടേം ആയിക്കോട്ടെ മീഡിയം ടേം ആയിക്കോട്ടെ ലോങ്, അല്ലെങ്കിൽ വാല്യൂ ഓവർ ടൈം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ഒരു കൺസൈസ് കമ്മ്യൂണിക്കേഷൻ, ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ആക്ച്വലി നമ്മളിപ്പോൾ ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ലേസ് ഡൗൺ ഹൗ എൻ ഓർഗനൈസേഷൻസ്, നമ്മുടെ ഓർഗനൈസേഷന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു, എങ്ങനെ വാല്യൂ ക്രിയേറ്റ് ചെയ്തു, ആക്ച്വലി എന്താണ് അവിടെ ഔട്ട്കം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആണോ? ഓക്കെ. സോ ദിസ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റിപ്പോർട്ടിംഗ് മീൻസ് ഇറ്റ്സ് എ പ്രോസസ്. എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? A process founded on integrated thinking that results in a periodic integrated report by an organization about value creation over time and related communications regarding aspects of value creation. എങ്ങനെ വാല്യൂ ഓർഗനൈസേഷന്റെ വാല്യൂ ക്രിയേഷൻ അല്ലെങ്കിൽ വാല്യൂ ക്രിയേഷനുമായിട്ടുള്ള എല്ലാ ആസ്പെക്ട്സിനെയും പറ്റിയുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണമല്ലോ. ആ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതിനെയാണ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്. ആ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് വഴിയാണ് നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ആയിട്ട് വരുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നുണ്ടാവുക. സോ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് മീൻസ് ഇറ്റ്സ് എ പ്രോസസ്, ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട് ഇസ് ദ ഔട്ട്പുട്ട്. ഇനി ഇൻപുട്ട് എന്താ നോക്കാം. Integrated thinking, the active consideration by an organization of the relationship between its various operating and functional units and the capitals that the organization uses or affects. Integrated thinking leads to integrated decision making and actions that consider the creation of value over the short term, medium term and long term. So നമ്മൾ ഇതിനൊന്നു ഇത് എന്താ പറയുക, ഇതൊരു ഡിസെൻഡിങ് ഓർഡറിലാണ് വന്നേക്കണേ. നമ്മൾക്ക് ഇത് അസെൻഡിങ് ഓർഡറിൽ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റഡ് തിങ്കിങ്, ആദ്യം നമ്മൾക്കൊരു തിങ്കിങ് വന്നു, ഒരു കൺസിഡറേഷൻ ഓൺ പാർട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ ഉണ്ട്, അതിന്റെ ബിസിനസിന്റെ ഉള്ളിൽ തന്നെ ഓപ്പറേഷണൽ ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്, മാത്രമല്ല കുറച്ചധികം ക്യാപിറ്റൽസ് താഴെ പറയുന്നുണ്ട്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി കൺസിഡർ ചെയ്തു, ഒരു ഇന്റഗ്രേറ്റഡ് തിങ്കിങ് അവിടെ വന്നു. അതുവഴി ഇന്റഗ്രേറ്റഡ് ഡിസിഷൻ മേക്കിംഗ് മീൻസ് ഒരു വാല്യൂ ക്രിയേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓവർ ദ ടൈം മീൻസ് ലോങ് ടേം, ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം എല്ലാ കാലങ്ങളിലോട്ടും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ക്രിയേഷൻ കൊണ്ടുവരാനായിട്ടുള്ള ഒരു തിങ്കിങ് പ്രോസസ്, അതുവഴി ഒരു ഡിസിഷൻ മേക്കിംഗ് അവിടെ ഹാപ്പൻ ചെയ്തു. ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് തിങ്കിങ്. ഇന്റഗ്രേറ്റഡ് തിങ്കിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് എന്താ, റിപ്പോർട്ടിംഗ്. ആ ഒരു പ്രോസസ്, ആ ഒരു ഇന്റഗ്രേറ്റഡ് തിങ്കിങ് വന്നു, അതിനെ നമ്മൾ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്, അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണമല്ലോ, എല്ലാ കാര്യത്തിനും നമ്മൾ കൊളാബറേറ്റ് ചെയ്യണമല്ലോ. ദാറ്റ് കംസ് ദ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്. ആൻഡ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട് എന്താണ്? ഈ റിപ്പോർട്ടിംഗ് കഴിഞ്ഞിട്ട് വാട്ട് വി ഗെറ്റ് ദി എൻഡ് പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് ദ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട്. Clear? Integrated report, integrated reporting, integrated thinking. Appo integrated thinking is the input, integrated reporting is the process, integrated report is the output. ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ആ രൂപത്തിലോട്ട് നമ്മൾക്ക് അതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. Okay? So do you have any doubts regarding the topic ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ ബിഫോർ ഗോയിങ് ടു ദ ക്യാപിറ്റൽ സെക്ഷൻ? ഇനി കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള സെഷനാണ്, ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ ഇനി അടുത്ത് പോകാൻ വേണ്ടി പോണത്. ബിഫോർ മൂവിങ് ടു ദാറ്റ്, മുന്നെടുത്ത എന്തെങ്കിലും ടോപ്പിക്സിൽ ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസെപ്റ്റ് ക്ലാരിഫൈഡ് ആവാതുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കേ. ഇസ് ദർ എനി ടോപ്പിക് ടു ബി ക്ലാരിഫൈഡ്? ആവശ്യമുണ്ട് എന്തെങ്കിലും ടോപ്പിക്സ് അങ്ങനെ ക്ലാരിഫിക്കേഷൻ? യു കുഡ് ടെൽ മീ ഓപ്പൺലി, സംസാരിക്കാം. ബിക്കോസ് അല്ലെങ്കിൽ കേൾക്കാത്തതല്ല, നമ്മൾ കേട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ, എൻവിറോൺമെന്റൽ സ്റ്റഡീസ് അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പറയുന്ന ഒരു രീതിയിൽ ഡ്രൈനെസ് ഉണ്ട്, അതിനെ പറയുന്നതിൽ നമ്മൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്നൊക്കെ വരാം. അങ്ങനെ എന്തെങ്കിലും മിസ് മാച്ച് അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യു കുഡ് ടെൽ മീ ഓപ്പൺലി, ടെൽ മീ. ഐ വിൽ ബി വെരി ഹാപ്പി ടു എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു. ഇല്ല.
Now, till now it's clear. Okay, done. So before moving to the next topic, have a break and come at the capital reporting process, value creation, അതിലോട്ടൊക്കെ പോണതിന് മുമ്പ് just have a break. Okay. നമ്മുടെ നോർമൽ ടൈം തന്നെ കേട്ടോ.
So can we begin? Okay. Yes. So we have types of capital. Six types of capital. Capital. Next one is the physical capital or manufactured physical capital, intellectual capital, human capital, social and relationship capital, and natural capital. Capital, as we have said, fund, finance. നമ്മളെ ഫണ്ടായിട്ട് ക്യാഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടിന്റെ ഫോമിലുള്ള ക്യാപിറ്റൽ. സോ നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് ഫണ്ട്. ആ ഒരു പൂൾ ഓഫ് ഫണ്ടിനാണ് ഈ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദിസ് മേ ബി ഒബ്റ്റെയിൻ ഫ്രം ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ലൈക്ക് ഡെറ്റ് ഇഷ്യൂ നടത്തുക, ഇക്വിറ്റി റേസ് ചെയ്യാം, അല്ലെങ്കിൽ റീഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുക, സോ ഇനി സെല്ല് ചെയ്യാം. സോ അതുവഴിയൊക്കെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്. ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്തിട്ട് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫണ്ടിനാണ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ വരുന്നുണ്ടായിരിക്കാം. So when an organization earns profit, when an organization makes profit or obtains additional financing, this financial capital gets increased. So we have learned about the main process in the value creation is that increase in or decreases in the or transformations in the capital. So in this financial capital, if the organization makes the profit, the financial capital increases. If the organization proposes additional financing, additional fund procure cheyanannundengil, yes, the financial capital increases. Idana nammal usually parayunna capital. Next, manufactured physical capital. Manufactured physical capital ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ asset. അതായത് manufactured physical objects available to an organization for use in the production of goods or the provision of services. In order to produce goods or in order to provide services, what are the manufactured physical objects available to the organization? All these come under the manufactured physical capital. Property, plant and equipment, PPE പെടും organization and various other structures which the organizations have built in the process of producing goods and providing services. So മാത്രമല്ല external manufactured assets ഉണ്ടായിരിക്കും. ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ അല്ലാതെ external ആയിട്ടുള്ള manufactured assets ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ roads, bridges, waste and water treatment plants. ഇതൊക്കെ മറ്റ് ഓർഗനൈസേഷൻ അവൈലബിൾ ആയിട്ടുള്ള manufactured physical capital ആണ്. സോ സെയിലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ റീറ്റെയിൻ ചെയ്യാനോ യൂസ് ചെയ്യാനോ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തായിരിക്കും. ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി, ദിസ് ഇറ്റ് ഇസ് മാനുഫാക്ചർഡ് ഫിസിക്കൽ ഒബ്ജക്ട്സ്, ഇറ്റ് വിൽ കം അണ്ടർ ദ മാനുഫാക്ചർഡ് ഫിസിക്കൽ ക്യാപിറ്റൽ. ഫിനാൻഷ്യൽ ക്യാപിറ്റൽ, മാനുഫാക്ചർഡ് ഫിസിക്കൽ ക്യാപിറ്റൽ. ക്ലിയർ ആണോ? So the next is the intellectual capital. എന്താണ് intellectual capital എന്ന് വെച്ചാൽ intellect. It results from the employees' efforts that generate intangible assets. Intellectual property rights ഒക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ this intellectual capital means they are intangible assets. ഈ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ക്യാഷ് മറ്റു കാര്യങ്ങളൊക്കെ ടാൻജിബിൾ ആയിരിക്കും. മാനുഫാക്ചർഡ് ഫിസിക്കൽ ക്യാപിറ്റൽ ആണ്, ടാൻജിബിൾ ആണ്. But this intellectual capital is intangible. So it is resultant of the efforts of the employees. Employees-ന്റെ ഭാഗത്തുള്ള efforts കൊണ്ടിട്ടാണ് ഉണ്ടാവുന്നത്. Like patents would be the, copyrights would be the, software, rights, license. ഇതൊക്കെയാണ് intellectual capital വരുന്നുണ്ടാവുക. And organizational capital too. Organizational capital എന്ന് പറയുന്നത് intellectual capital ഉൾപ്പെടുന്നതാണ്. Like ഓർഗനൈസേഷന് മാത്രം applicable ആയിട്ടുള്ള എന്തെങ്കിലും knowledge, competitive advantages ആയിട്ട് നമ്മൾ പറയില്ലേ, any specific knowledge which is only known to this organization. System, ഓർഗനൈസേഷൻ്റെ ഉള്ളിലത്തെ സിസ്റ്റം, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോട്ടോകോൾസ്, ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഫോളോ ചെയ്യുന്ന പ്രോട്ടോകോൾസ്, പ്രൊസീജിയേഴ്സ്, സിസ്റ്റം, നോളജ് എല്ലാം ഓർഗനൈസേഷനിലായിട്ടുള്ള ക്യാപിറ്റൽ ആണ്. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദി ഇന്റലക്ച്വൽ ക്യാപിറ്റൽ. ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ഇസ് ഇൻ ദ നേച്ചർ ഓഫ് ഇൻടാൻജിബിൾ അസെറ്റ്. എംപ്ലോയീസിന്റെ എഫേർട്സ് കൊണ്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലായിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള ചില കോമ്പറ്റീറ്റീവ്നെസ്, അതൊക്കെയാണ് ഈ ഇന്റലക്ച്വൽ ക്യാപിറ്റലിൽ ഉൾപ്പെടുന്നുണ്ടാവുക. സോ never get confused between the intellectual capital and human capital. Intellectual capital അറിയാലോ, ആ intangible ആയിട്ടുള്ള patents, copyright, software, internal system, products, procedures, sorry products അല്ല procedures, systems, protocols ഒക്കെ അതിൽ വിടും. Next,
Human capital is the skills, capabilities, and experience of the people. അതായത് people who are working within the organization, they will be possessing certain skills, certain capabilities, certain experiences. So this is part of the human capital. It includes employees' motivations to innovate. Yes, employees are frequently motivated. They will provide these innovations. Their alignment with and support for the organization's governance framework. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഒരു ഗവേണൻസ് ഫ്രെയിംവർക്ക് ഉണ്ടായിരിക്കും. ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതിനോട് അവരെങ്ങനെ അലൈൻ ചെയ്ത് ബിഹേവ് ചെയ്യുന്നു, അതിനോട് അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്രോച്ച് ടു റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റിനോടുള്ള എംപ്ലോയീസിന്റെ അപ്രോച്ച് ആൻഡ് എത്തിക്കൽ വാല്യൂസ്. Their ability to understand, develop and implement the organization strategy. ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജി മനസ്സിലാക്കാനും ഡെവലപ്പ് ചെയ്യാനും അതിനൊക്കെ പ്രാവർത്തികമാക്കാനായിട്ടുള്ള അവരുടെ ഒരു എബിലിറ്റി. Their loyalties and motivations for improving process, goods and services. പ്രോസസ് ആയിക്കോട്ടെ, ഗുഡ്സ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിലും ഇവരുടെ ലോയൽറ്റി, അവരുടെ മോട്ടിവേഷൻ ഒക്കെ ഹ്യൂമൻ ക്യാപിറ്റലിൽ പെടുന്നുള്ളതാണ്. It also includes their ability to lead, manage and collaborate. ലീഡർഷിപ്പ് റോൾസ് അക്കോമഡേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മാനേജീരിയൽ റോൾസ് ഒക്കെ എടുക്കാനും അല്ലെങ്കിൽ കൊളാബറേറ്റ് വിത്ത് ദെയർ ഫെലോ ബീയിങ്സ് ആൻഡ് മാനേജ്മെന്റ്, അതിനൊക്കെയുള്ള അവരുടെ ആ ഒരു എബിലിറ്റിനെയും കൂടി ഹ്യൂമൻ ക്യാപിറ്റലിൽ ഇൻക്ലൂഡ് ചെയ്യാനോ. So the quality of a company's human capital is improved when employees become better trained. കൂടുതൽ ട്രെയിൻഡ് ആകുമ്പോൾ, കൂടുതൽ എക്സ്പീരിയൻസ് ആകുമ്പോൾ ക്വാളിറ്റി ഇത് ഹ്യൂമൻ ക്യാപിറ്റലിന് വർത്തായിട്ടല്ല, എമൗണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് എ ക്വാളിറ്റേറ്റീവ് അല്ല, ഒരു ആട്രിബ്യൂട്ട് ആണ്. So if that attribute increases when the employees become more and more trained. So all those things which is related to the employees, avരുടെ capabilities, avരുടെ abilities, avരുടെ motivation, their level of understanding, their competitiveness, their motivation, everything is part of the human capital. Everything related to the employees. ലീഡർഷിപ്പ് റോൾസ് എടുക്കാനോ മാനേജീരിയൽ റോൾസ് എടുക്കാനോ അല്ലെങ്കിൽ എല്ലാത്തിനുള്ള അവരുടെ കഴിവുകൾ, ഇതെല്ലാമാണ് എന്തിൽ പെടുന്നുണ്ടാവുക, ഹ്യൂമൻ ക്യാപിറ്റലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് social relationship capital. Social relationship capital is the name itself. This capital is derived from the relationship of the organization with that of the society. ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ഒരു സൊസൈറ്റി ഉണ്ടല്ലോ, അവരുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ക്യാപിറ്റൽ ആണ് ഈ സോഷ്യൽ ആൻഡ് റിലേഷൻഷിപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഓർഗനൈസേഷന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിലുള്ള അവരുടെ ഒരു റിലേഷൻഷിപ്പ്, ഇഫ് ദാറ്റ് റിലേഷൻഷിപ്പ് ഇസ് എ ഗുഡ് റിലേഷൻഷിപ്പ്, ഒരു ബെറ്റർ ആണ്, ഒരു പ്രോസ്പെറസ് ആയിട്ട് റിലേഷൻഷിപ്പ് ആണെങ്കിൽ യെസ്, ഇൻടാഞ്ചിബിൾ അസെറ്റ്, ഇൻടാഞ്ചിബിൾ ആയിട്ട് ഒരു അസെറ്റ് ആണ്, ഗുഡ് വിൽ എന്നൊക്കെ പറയില്ലേ. അല്ലെങ്കിൽ ഇഫ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ദ സൊസൈറ്റി ഇസ് വെരി ഗുഡ്, നമ്മുടെ റെപ്യൂട്ടേഷൻ സമൂഹത്തിൽ കൂടും, നമ്മുടെ ഗുഡ് വിൽ അവിടെ കൂടും. സോ ദിസ് ഇസ് എ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു അസെറ്റ് ആണ്. ലൈക് നല്ലൊരു പേരുള്ള, ഇപ്പൊ സൊസൈറ്റിയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ മോർ പീപ്പിൾ വിൽ ബി വില്ലിംഗ് ടു ഓപ്പറേറ്റ് വിത്ത് അസ്, അല്ലെ, നമ്മളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അവർ വില്ലിംഗ് ആയിരിക്കും. നമ്മുടെ കാര്യങ്ങളിലൊക്കെ ദേ വിൽ ബി അവര് റൈറ്റ്. സോ the relationship with the organization and the society determines the social and relationship capital. Natural capital, yes, natural resources, renewable environmental resources such as air, water, land, forests and minerals that provide goods or services supporting the past, current or future prosperity of an organization. It also includes the health and biodiversity of the ecosystem. അല്ലേ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് അവർക്ക് കുറച്ച് നാച്ചുറൽ റിസോഴ്സ് ഒക്കെ വേണം, അല്ലെ, റിസോഴ്സസ് ആയിട്ടുള്ള റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ, നാച്ചുറൽ ആൻഡ് എൻവിറോൺമെന്റൽ റിസോഴ്സസ്. റിന്യൂവബിൾ ആയിരിക്കാം, നോൺ റിന്യൂവബിൾ ഉണ്ടായിരിക്കാം, എയർ, വാട്ടർ, ലാൻഡ്, ഫോറസ്റ്റ്, മിനറൽസ്. സോ ഓർഗനൈസേഷന്റെ പാസ്റ്റ് ഫംഗ്ഷനിങ്ങിനെയും പ്രസന്റ് ഫംഗ്ഷനിങ്ങിനെയും ഇനി ഫ്യൂച്ചറിലുള്ള ഫംഗ്ഷനിങ്ങിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യാവുന്ന റിസോഴ്സസ് ആണ് ഇത്. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തതാണ് എന്ത്, നാച്ചുറൽ ക്യാപിറ്റൽ. സോ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ, മാനുഫാക്ചർഡ് ഫിസിക്കൽ ക്യാപിറ്റൽ, ഇന്റലക്ച്വൽ ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ, സോഷ്യൽ ആൻഡ് റിലേഷൻഷിപ്പ് ക്യാപിറ്റൽ, നാച്ചുറൽ ക്യാപിറ്റൽ. ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്താ, ഫണ്ട്. മാനുഫാക്ചർഡ് ഫിസിക്കൽ, യെസ്, മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഫിസിക്കൽ ഒബ്ജക്ട്സ്. Intellectual capital, like they of intellectual property, patent, goodwill, trademark, license, internal process,
protocols, procedures എല്ലാം. Human capital, skills, capabilities of the employees, അവരുടെ ആയിട്ടുള്ള experiences of the employees. Social and relationship capital, the relationship between a company and the society. And natural capital and the natural resources. Yeah. Okay. Purpose and goals of integrated reporting. Integrated reporting main ആയിട്ടുള്ള purpose എന്താണ്? ഒരു purpose നമ്മൾ പറഞ്ഞു, integrate both the financial information and non-financial information. Financial as well as non-financial information integrate ചെയ്യുക, അത് communicate ചെയ്യുക എന്നുള്ളത്. So the primary purpose of an integrated report, note down, the primary purpose of an integrated report is to explain to providers of financial capital how an organization creates value over time. Financial capital provide ചെയ്യുന്നത് ആരൊക്കെയാ? Shareholders, investors, debtors, creditors, etc. Those who provide fund to us, അവർക്ക് നമ്മൾ information provide ചെയ്യണം. എങ്ങനെ? They need to provide explanations to them. How an organization creates value over time, over long term, medium term and short term. എങ്ങനെ അവർ value create ചെയ്യുന്നു എന്നുള്ളത്. An integrated report also benefits all stakeholders. ഈ financial capital provide ചെയ്യുന്നത് മാത്രമല്ല, മറ്റ് stakeholders കൂടെ benefit ചെയ്യുന്നുണ്ട്. Those stakeholders who are interested in the organization's ability to create value, value create ചെയ്യാനായിട്ട് organizationന്റെ ability interested ആയിട്ടുള്ളത്, അവരിന് താല്പര്യപ്പെട്ടിട്ടുള്ള stakeholders എന്തൊക്കെ ഉണ്ടായിരിക്കും? They include employees will be there, suppliers ഉണ്ടാവുക കൂട്ടത്തില്, business partners, local communities, legislators, regulators, പോളിസി മേക്കേഴ്സ്. ഹോപ്പ് യു ആ സ്റ്റേക്ക് ആ ഒരു ഡെഫിനിഷനും അതിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള ആ ഒരു ഡെഫിനിഷൻ ഓർമ്മിക്കുക. ദിസ് ഇസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്. എങ്ങനെ ഓർഗനൈസേഷൻ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു, ആ ഇൻഫോർമേഷൻ ഫിനാൻഷ്യൽ ക്യാപിറ്റലിന്റെ പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ്സ് ദ മെയിൻ ഒബ്ജക്റ്റീവ്. ആൻഡ് ഗോൾസ് ഓഫ് ദി ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. First one, improve the quality of information available to providers of financial capital to enable more efficient and productive allocation of capital. Improve the, അതായത് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ പ്രൊവൈഡേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ദാറ്റ്സ് ദ മെയിൻ ഒബ്ജക്റ്റീവ്, the purpose of the integrated reporting. So one of the goal of this integrated reporting is that information quality must be improved. ആ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ, ആ ഇൻഫർമേഷന്റെ ക്വാളിറ്റി ഇംപ്രൊവൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിരിക്കണം. നല്ല ക്വാളിറ്റി ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഇറ്റ് ലീഡ്സ് ടു വാട്ട് മോർ എഫിഷ്യന്റ് ആൻഡ് പ്രൊഡക്റ്റീവ് അലൊക്കേഷൻ ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിന്റെ ഈ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് അലൊക്കേഷൻ ഒക്കെ സഹായകമാവുകയുള്ളൂ. നെക്സ്റ്റ് goal is that promote a more cohesive and efficient approach to corporate reporting that draws on different reporting strands and communicates the full range of factors that materially affect the ability of an organization to create value over time. More cohesive and efficient approach എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവരിക എന്തില്? കോർപ്പറേറ്റ് റിപ്പോർട്ടിങ്ങില്. ആൻഡ് ഇൻ ദാറ്റ് റിപ്പോർട്ട് ഓൾ ഫാക്ടേഴ്സ് വിൽ ബി ഇൻക്ലൂഡഡ്. എന്തൊക്കെ ഫാക്ടേഴ്സ്? ദാറ്റ് ഈസ് ഗോയിങ് ടു മെറ്റീരിയലി അഫക്ട് ദ എബിലിറ്റി ഓഫ് എൻ ഓർഗനൈസേഷൻ ടു ക്രിയേറ്റ് വാല്യൂ ഓവർ ടൈം. ഒരു ഓർഗനൈസേഷന്റെ വാല്യൂ ക്രിയേഷനെ അഫക്ട് ചെയ്യാവുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും അടങ്ങിയിട്ടുണ്ടായിരിക്കണം. അതും കൂടി അടങ്ങിയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് പ്രൊമോട്ട് ചെയ്യുക എന്തില്? റിപ്പോർട്ടിങ്ങില്. ദാറ്റ്സ് ദ സെക്കൻഡ് ഗോൾ. സോ മെറ്റീരിയലി അഫക്ട് ചെയ്യുക മീൻസ് ഹാവിങ് സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട്, അല്ലെ? സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാകുന്ന വാല്യൂ ക്രിയേഷനിൽ മെറ്റീരിയലി അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ്ലി ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, ആ ഫാക്ടേഴ്സിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. നെക്സ്റ്റ്, enhance accountability and stewardship for the broad base of capital and promote understanding of their independence. ഈ capital accountability പ്രൊവൈഡ് ചെയ്യുക, stewardship പ്രൊവൈഡ് ചെയ്യുക, and promote understanding of their interdependence. So all this capital, financial capital ആയിക്കോട്ടെ, manufactured physical capital, intellectual capital, human capital, social and relationship capital, and natural capital, all these capital are interrelated. അവരുടെ ഇന്റർഡിപെൻഡൻസീസിന്റെ ആ ഒരു ഡിപെൻഡൻസീസ് ഉണ്ട് അല്ലെ, അതിനെ മനസ്സിലാക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, ആൻഡ് അക്കൗണ്ടബിലിറ്റി അവിടെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. ദാറ്റ്സ് ദ മെയിൻ ഗോൾ ഓഫ് ഇന്റഗ്രേറ്റഡ്
reporting. Next, support integrated thinking, decision making and actions that focus on the creation of value over the short, medium and long term. Integrated thinking support ചെയ്യാം. Integrated decision making അതുമായിട്ടുള്ള ചെയ്തിട്ടുള്ള ആക്ഷൻസിനെയും സപ്പോർട്ട് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത goal. Clear? Improve the quality of information that is available to providers of financial capital. For what purpose? To enable more efficient and productive allocation of capital. Next one, it aims at providing more cohesive or more comprehensive way of corporate reporting, which includes a full range of factors that will materially affect the ability of an organization to create value. Next, enhance accountability and stewardship for broader sense of capital and promote understanding of their interdependencies. Next, support integrated thinking, integrated decision making and actions that focus on the creation of value over time. Are you clear with the purpose, objectives of the integrated reporting? Okay. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ടേംസ് നോട്ട് ചെയ്ത് നോക്കുക. ഇതൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക MCQ ക്വസ്റ്റ്യൻസിലൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന തരത്തിലുള്ളത്. Okay, can I move forward with the next topic? Okay. നെക്സ്റ്റ് വാല്യൂ ക്രിയേഷൻ ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിത് ഈ ഒരു മെത്തേഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ലൈക്ക് എന്താ പറയുന്നുണ്ടാവും, ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് എ ന്യൂ കൺസെപ്റ്റ്. നമ്മൾ കോസ്റ്റ് മാനേജ്മെന്റിൽ ബിസിനസ് പ്രോസസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ വാല്യൂ ചെയിൻ ആക്ടിവിറ്റീസ്, വാല്യൂ ക്രിയേഷൻ ഒക്കെ അതിൽ പഠിക്കുന്നുണ്ട്. അതിലും ഈ സെയിം ടോപ്പിക് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അത് തന്നെയാണ് ഉള്ളത്. സോ value creation is the process of creating outputs that are more valuable than the inputs used to create them. Creating more value to the output. So we are creating output based on some input. ആ ഇൻപുട്സിന്റെ വാല്യൂനെക്കാട്ടി കൂടുതൽ വാല്യൂ നമ്മൾ ഔട്ട്പുട്ടിന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്സ് കൊണ്ട് we will be creating an output and that output is more valuable than the input used. So we are attaching more value to the output. അതിനെയാണ് വാല്യൂ ക്രിയേഷൻ എന്ന് പറയുന്നത്. So every activity or every activities or decision will be aimed at creating value. So ഈ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കാം, അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കാം, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനായിരിക്കാം ഈ വാല്യൂ ഉണ്ടാവുക. ഇറ്റ് ഈസ് ആക്ച്വലി എന്താ, ഇറ്റ് ഈസ് പ്രൊവൈഡിങ് റിട്ടേൺസ് ടു ദ പ്രൊവൈഡേഴ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ അല്ലേ. ഈ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ പ്രൊഡക്റ്റും നമ്മുടെ സർവീസസ് ഒക്കെ വാല്യൂ ക്രിയേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ more people will be willing to buy, more people will be willing to avail the services. So we'll be having a good business. A good business ensures us good profits. So these profits act as returns to whom? The providers of the financial capital. The value created എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക? It will be manifested or it will be reflected by having increases, decreases or transformations of the capital. നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞിട്ടുള്ള 5 ക്യാപിറ്റൽ ഉണ്ടല്ലോ, 6 ക്യാപിറ്റൽ ഉണ്ടല്ലോ, ആ ക്യാപിറ്റലിൽ അതിന്റെ ഇഫക്റ്റ് കാണാം. ഇതർ അതിൽ ഇൻക്രീസസ് ഉണ്ടായിരിക്കാം, ഡിക്രീസസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻസ് വരുന്നുണ്ടാവാം. The value is created for the organization and others. നമ്മൾ പഠിച്ചു വാല്യൂ ക്രിയേഷൻ ആർക്കൊക്കെ വേണം? The organization must be there, for the stakeholders must be there, and for the society at large must be there. ഒരു ഷെയർഡ് വാല്യൂ ക്രിയേഷൻ ആണ് നമ്മൾ പഠിച്ചത്. ഓർഗനൈസേഷൻ മാത്രം വാല്യൂ ക്രിയേഷൻ അല്ല, ഷെയർഡ് വാല്യൂ ക്രിയേഷൻ. വാല്യൂ ക്രിയേഷൻ it must be shared among the stakeholders and among the society at large as well. Okay, അപ്പോൾ it creates value for the organization and others, stakeholders and society. Here comes
An organization creates value through making sales, which creates changes in financial capital. However, a wide range of other activities, interactions and relationships also create value. അതായത് എങ്ങനെയാ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക? സെയിൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെ? വാല്യൂ നമ്മൾ ഇവിടെ പറയുന്നുണ്ടാവും ഇൻ മണി ടേംസിലല്ലേ? സോ ബൈ മേക്കിംഗ് മോർ ആൻഡ് മോർ സെയിൽസ് വി ആർ ക്രിയേറ്റിംഗ് മോർ ആൻഡ് മോർ വാല്യൂ. So it will be providing return to the financial capital. ഇത് കൂടാതെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, വേറെ കുറച്ച് ഇന്ററാക്ഷൻസ് ആൻഡ് റിലേഷൻഷിപ്സ് ഉണ്ട്. ദോസ് വിൽ ഓൾസോ ലീഡ് ടു ക്രിയേഷൻ ഓഫ് വാല്യൂ. ആ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സം ഓഫ് ദി ആക്ടിവിറ്റീസ് ഓൺലി ഇല്ല. Effects of the organization's business activities and outputs on customer satisfaction. നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസിന്റെയോ അല്ലെങ്കിൽ ഔട്ട്പുട്ട്സിന്റെയോ how it is going to affect the customers. How satisfied will our customers be? അതൊക്കെ ഒരു കാര്യമാണ്, വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. The customer satisfaction. Suppliers' willingness to trade with the organization and the terms under which they do it. നമ്മൾക്ക് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നവർ, ഇൻവെന്ററീസ് പ്രൊവൈഡ് ചെയ്യുന്നവർ, ആർ ദേ വില്ലിംഗ് ടു ട്രേഡ് വിത്ത് us? അവരെപ്പോഴാണ് നമ്മളോട് ട്രേഡ് ചെയ്യാൻ വില്ലിംഗ് ആവുന്നുണ്ടാവുക? when they feel we are very comfortable to trade with, നമ്മൾ ഭയങ്കര ട്രസ്റ്റ് വർത്തി ആണ്, ക്രെഡിറ്റ് വർത്തി ആണെന്നൊക്കെ മനസ്സിലാവുകയാണെങ്കിൽ they will be willing to trade with us and the terms under which they do it. അവർ നമ്മൾക്ക് നമ്മൾ നല്ല വില്ലിംഗ് ആണ്, നമ്മളെ കുറിച്ച് നല്ലൊരു അഭിപ്രായമാണെങ്കിൽ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ടേംസും വളരെ ലിബറലൈസ്ഡ് ആയിരിക്കും. ഇറ്റ് വിൽ ക്രിയേറ്റ് വാല്യൂ. Initials, organizations, business partners agree to undertake with the organization. അതായത് നമ്മുടെ ബിസിനസ് ഫാക്ടേഴ്സ് നമ്മളുമായിട്ട് ചേർന്നിട്ട് എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് എടുക്കാൻ തയ്യാറാണ്? ആർ ദേ വില്ലിംഗ് ടു സ്റ്റാർട്ടപ്പ് ന്യൂ വെഞ്ചേഴ്സ്, ന്യൂ ബിസിനസ് അല്ലെങ്കിൽ ന്യൂ ഏരിയാസ് ഒക്കെ നമ്മളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണോ? നമ്മളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക. പാസ്റ്റില് അവർക്ക് നമ്മളുമായി ചേർന്ന് പ്രവർത്തിപ്പിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് ഉള്ളത്, നല്ല റിസൾട്ട് ആണ് ഉള്ളത്, അവർ വേ ഓഫ് ഫങ്ഷനിങ് ഇസ് വെരി ബെറ്റർ എന്നുണ്ടെങ്കിൽ they will be willing to function with us, they will be willing to work with us. So it is creating value. The imposition of supply chain conditions or legal requirements. Supply chain ഉണ്ടല്ലോ, how our products and services will get to the end consumer. ആ ഒരു സപ്ലൈ ചെയിനും അവരുടെ ലീഗൽ റിക്വയർമെന്റ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും that will create value to the organization. Customer satisfaction, suppliers satisfaction will be there, business partners willingness, supply chain and other legal requirements. Clear? എന്തൊക്കെ ആക്ടിവിറ്റീസ്? ഇതൊന്നും ലിമിറ്റഡ് അല്ല കേട്ടോ, അതിൽ കുറച്ച് ആക്ടിവിറ്റീസും കുറച്ച് കാര്യങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത്. There are very broad spectrum of activities, broad spectrum of things which will add value to the organization. Depends, organization അനുസരിച്ച് അത് ഫങ്ഷൻ ചെയ്യുന്ന എൻവിറോൺമെന്റ് അനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. So generally speaking ഇങ്ങനെ പറയുന്നു, but some of them other than creating more sales കുറച്ചെണ്ണം നമ്മളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? Okay, moving on to the next topic. Okay, ആ നോട്ടിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. Value is created when the benefit derived from its use of capital is greater than the capital use. എപ്പോഴാ വാല്യൂ ഉണ്ടാവുക? നേരത്തെ പറഞ്ഞു വാല്യൂ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്സിനെക്കാട്ടി കൂടുതൽ വാല്യൂ അതുവഴി ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടിനുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വാല്യൂ ക്രിയേഷൻ. ലൈക്ക്വൈസ് ക്യാപിറ്റൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ ആണ് നമ്മുടെ ഇൻപുട്ട്. ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഇന്റലക്ച്വൽ ഹ്യൂമൻ ക്യാപിറ്റൽ, സോഷ്യൽ റിലേഷൻഷിപ്പ്, നാച്ചുറൽ ക്യാപിറ്റൽ ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി, ദീസ് ആർ ദ ഇൻപുട്സ് ദാറ്റ് വി ആർ യൂസിങ്. അതിൽ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് ബെനിഫിറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ക്യാപിറ്റൽ അല്ലെ, എന്നാലേ നമ്മൾക്ക് വാല്യൂ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. There must be continuous improvement, superior quality enhance പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം, superiority in service പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം, and customer satisfaction. So hopefully നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ സെക്ഷൻ ബിയില് പ്ലാനിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗില് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ സെക്ഷനിൽ ഈ ഒരു സാധനമുണ്ട്. Continuous improvement, superior quality, superior service, customer satisfaction. These are all the 4 distinctive competencies. So അതുവഴി നമ്മൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Here
An integrated report should include the extent of the effects on capital that are not owned by the organization or externalities. എക്സ്റ്റേണലിറ്റി ഓർഗനൈസേഷൻ ഓൺ ചെയ്യാത്ത അല്ലെങ്കിൽ എക്സ്റ്റേണലിറ്റീസ് അവരുടെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടിരിക്കണം. സോ എക്സ്റ്റേണലിറ്റി എന്ന് പറയുന്നത് മീൻസ് ഇറ്റ്സ് എക്കണോമിക് ആയിട്ടുള്ള ഒരു ടേം ആണ്. സോ എക്സ്റ്റേണലിറ്റി മീൻസ് ഔട്ട്സൈഡ് ഓഫ് ദി ഓർഗനൈസേഷൻ അല്ല എക്സ്റ്റേണൽ ടു ദി ഓർഗനൈസേഷൻ. An externality is a positive or negative consequence of an economic activity that is perceived or paid for by unrelated third parties that are external to the transaction. ഒരു particular transaction, ഒരു particular ഇവന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു തേർഡ് പാർട്ടിക്ക് ആ ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ടാകുന്ന കോൺസിക്വൻസ്, അയാൾ റിസീവ് ചെയ്യുന്ന കോൺസിക്വൻസ് അല്ലെങ്കിൽ അയാൾ ബെയർ ചെയ്യേണ്ട കോൺസിക്വൻസ് ആയിരിക്കാം. ഇറ്റ് കുഡ് ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ദാറ്റ്സ് വാട്ട് ഇസ് കോൾഡ് എക്സ്റ്റേണലിറ്റി. ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ടാകുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോൺസിക്വൻസ് ആസ് എ റിസൾട്ട് ഓഫ് എനി ട്രാൻസാക്ഷൻ, ആസ് എ റിസൾട്ട് ഓഫ് എനി event. That is externality. So there is positive externality as well as negative externality. Okay, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. Look at it. Positive externality. The effect of a well-educated labor force on the productivity of a company is an example of a positive externality. Okay, a person who pays for and gets a degree receives benefits because people with more education generally earn more than do people with less education. However, employers, society and economy as a whole also benefit from highly educated people because the workforce is more versatile and productive. അതായത് ഓർഗനൈസേഷൻ ആണല്ലോ, അവിടെ കൺസിസ്റ്റ് ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് കാരണം. So if the people, labor force, നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള ലേബർ ഫോഴ്സ് വെൽ എഡ്യൂക്കേറ്റഡ് ആണെന്ന് കരുതുക. It is a positive concept. It provides a positive externality to the organization. അല്ലെ, ഓർഗനൈസേഷന് ഒരു പോസിറ്റീവ് കോൺസിക്വൻസ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. കാരണം എന്താ, ലേബർ ഫോഴ്സ് ദാറ്റ് ഈസ് അവൈലബിൾ ടു ദി ഓർഗനൈസേഷൻ ഇസ് വെൽ എഡ്യൂക്കേറ്റഡ് ഒരാളാണ്. അപ്പൊ ഈ ലേബർ ഫോഴ്സിന് ബെനിഫിറ്റ് ഉണ്ട്. കാരണം എന്താ, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് ഒരു ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ ദേ കുഡ് റിസീവ് മോർ പേ കിട്ടും. കാരണം ഒരു എഡ്യൂക്കേഷൻ കുറഞ്ഞ ഒരാൾക്ക് കിട്ടുന്നതിനെക്കാട്ടിയും കൂടുതൽ പേ എഡ്യൂക്കേഷൻ കൂടിയ ഒരാൾക്ക് കിട്ടും. പ്രാക്ടിക്കലി അതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ കൂടി തിയറട്ടിക്കലി അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. എഡ്യൂക്കേഷൻ അല്ലല്ലോ പേയുടെ ഒരു മെയിൻ മാനദണ്ഡമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, എംപ്ലോയീസും സൊസൈറ്റിയും എക്കണോമിയും മൊത്തം ബെനിഫിറ്റ് ചെയ്യും ഈ എഡ്യൂക്കേറ്റഡ് കാരണം നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് ഒരു വർക്ക് ഫോഴ്സ്, നല്ല വെർസറ്റൈൽ ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഓഫ് ദ വർക്ക് അതെല്ലാം ഇംപ്രൂവ് ആകും. ലേബർ ഫോഴ്സ് നല്ല എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ, നല്ല സ്കിൽഡ് ആണെന്നുണ്ടെങ്കിൽ അത് എക്കണോമിക് ഡെവലപ്മെന്റിലോട്ട് വരെ വഴിയെത്തിക്കും. സോ ദാറ്റ്സ് എ പോസിറ്റീവ് എക്സ്റ്റേണലിറ്റി. ഇനി നെഗറ്റീവ് എക്സ്റ്റേണലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊല്യൂഷൻ എമിറ്റഡ് ബൈ എ ഫാക്ടറി ദാറ്റ് ഇൻജൂർസ് ദ ഹെൽത്ത് ഓഫ് നിയർ ബൈ റെസിഡൻസ്. അല്ലെ, ഒരു ഫാക്ടറിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന പൊല്യൂട്ടന്റ് എമിഷൻസ്, അല്ലെ, കെമിക്കൽ എമിഷൻസ് ഫ്രം എ ഫാക്ടറി, ഇറ്റ് വിൽ ബി പൊല്യൂട്ടിംഗ് ദി എൻവിറോൺമെന്റ്. നിയർ ബൈ എൻവിറോൺമെന്റിനെ എഫക്ട് ചെയ്യും, നിയർ ബൈ റെസിഡൻസിനെ അത് എഫക്ട് ചെയ്യും. ദാറ്റ് ഇസ് എ നെഗറ്റീവ് എക്സ്റ്റേണലിറ്റി. കാരണം ഈ ഒരു പൊല്യൂഷന്റെ കോൺസിക്വൻസ് സഫർ ചെയ്യേണ്ടത് ആരാണ്, അവിടെയുള്ള റെസിഡൻസ് ആയിരിക്കും. അപ്പൊ ഒരു കെമിക്കൽ ഫാക്ടറി ഉണ്ട്, ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാറുണ്ട് ആളുകൾ സ്ട്രൈക്കും പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തുന്നത്. കാരണം അതിനുള്ള എമിഷൻസ് ഉണ്ട്. സോ ഇത് കാരണം the public is paying in terms of their health, in terms of their money, they have to bear the consequence. Clear? Clear or no? So positive external that there will be increase, decrease or transformation in the capital. As a result of this positive externality, there would be net increase in the capital increase ഉണ്ടായിരിക്കും. As a result of the negative externality, there would be net decrease in the capital net decrease ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾക്ക് പോയി ക്ലിയർ ആയില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നാളെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ക്ലിയർ ആയിക്കോളും. ഡോണ്ട് വെറി റിഗാർഡിംഗ് ദാറ്റ്.
നമുക്കിനി വാല്യൂ ക്രിയേഷൻ പ്രോസസ്സും കൂടി ഉണ്ട്. അതും കൂടെ എടുത്തിട്ട് നമുക്ക് എന്നിട്ട് പിന്നെ ക്വസ്റ്റ്യൻസിന്റെ ഒപ്പം അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എടുക്കാം. ഡോണ്ട് വറി, ടുമോറോ യു വിൽ ബി ഹാവിംഗ് ക്ലാസ് 10 to 1 ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. നാളെ നിങ്ങൾക്ക് ഒരു റിവിഷൻ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമുക്കൊരു റിവിഷൻ പോലെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ വാല്യൂ ക്രിയേഷൻ പ്രോസസ് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. നത്തിങ് ന്യൂ ഇൻ ഇറ്റ്. നമ്മളൊരു പുതിയ കാര്യം പഠിക്കുന്ന സമീപനത്തോടുകൂടി ചെല്ലണ്ട. ബിക്കോസ് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടില്ല. Only the terms are different. What all things that are included under these terms are exactly the same. Section B യിൽ നിങ്ങൾ പഠിക്കും, സെക്ഷൻ ഡിയിൽ നിങ്ങൾ പഠിക്കും, കോസ്റ്റ് മാനേജ്മെന്റിലും പഠിക്കും, സെക്ഷൻ സിയിലുണ്ട്. ആ ഒരു പെർഫോമൻസ് മെഷർമെന്റ് ഏറ്റവും എൻഡില് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ഉണ്ടല്ലോ, അതിലും ഇതിന്റെ കുറച്ചൊക്കെ ഇമ്പാക്റ്റും വരുന്നുണ്ട്. സോ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് നമ്മൾ പഠിച്ചു, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. അത് എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് അഫക്റ്റിംഗ് ദി ഓർഗനൈസേഷൻ. ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? ദ എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് ഇൻ വിച്ച് ദ ഓർഗനൈസേഷൻ ഇസ് ഫങ്ഷനിങ്. ആ എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് ഇൻക്ലൂഡ് ആയിട്ടിരിക്കണം. നെക്സ്റ്റ് വൺ, ദ റിസോഴ്സ് ആൻഡ് റിലേഷൻഷിപ്പ് യൂസ്ഡ് ആൻഡ് അഫക്റ്റഡ് ബൈ ദി ഓർഗനൈസേഷൻ. മീൻസ് ക്യാപിറ്റൽസ്, ആ ക്യാപിറ്റൽസ് അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഈ ക്യാപിറ്റൽസും ഈ എൻവിറോൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ, ദാറ്റ് ഇസ് external environment. Let's look at the external environment. The external environment പിന്നെ there is capital. Capital ഏതൊക്കെയുണ്ട്? ഫിനാൻഷ്യൽ ക്യാപിറ്റൽ, മാനുഫാക്ചർഡ് ഫിസിക്കൽ ക്യാപിറ്റൽ, ഇന്റലക്ച്വൽ ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ, സോഷ്യൽ ആൻഡ് റിലേഷൻഷിപ്പ് ക്യാപിറ്റൽ, നാച്ചുറൽ ക്യാപിറ്റൽ. സോ ഇതിന്റെ തമ്മിലുള്ള എന്താ പറയണ ഒരു റിലേഷനും നമ്മളവിടെ കാണിക്കണം, ഇന്റഗ്രേഷൻ കാണിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഇൻപുട്സ്. ഇൻപുട്സ് നമ്മൾ കൊടുക്കുന്നു, ബിസിനസ് ആക്ടിവിറ്റീസ് ആർ ബീങ് അണ്ടർടേക്കൺ, ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഔട്ട്കം എന്താണ്? അഗെയിൻ ക്യാപിറ്റൽ ക്രിയേഷൻ തന്നെ. ഇൻക്രീസ്, ഡിക്രീസ് ഓർ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ ക്യാപിറ്റൽ, ദാറ്റ് ഇസ് വാട്ട് ഇസ് മെൻഷൻ. ആ ഒരു ഫിഗറിന്റെ ആ ഒരു അർത്ഥം ക്ലിയർ ആയോ? യെസ്, ദിസ് എക്സ്റ്റേണൽ എൻവിറോൺമെന്റും അതിലുള്ളതാണ് നമ്മുടെ ക്യാപിറ്റൽസ് ഉണ്ട്. ആ ക്യാപിറ്റൽസ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, അവിടെ ബിസിനസ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നു, ഔട്ട്പുട്ട് ആർ പ്രൊഡ്യൂസിങ്. ഔട്ട്പുട്ടിൽ നിന്നുള്ള ഔട്ട്കം എന്താണ്? വാല്യൂ ക്രിയേഷൻ. വാല്യൂ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക? ബൈ ഹാവിംഗ് നെറ്റ് ഇൻക്രീസ്, ഡിക്രീസ് ഓർ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ ക്യാപിറ്റൽ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം തന്നെ, അതിൽ ഇൻക്രീസ് ആയിരിക്കാം, ഡിക്രീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ഇതാണ് ഈ വാല്യൂ ക്രിയേഷന്റെ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഗ്രാഫിന് അവരൊന്ന് ആ ഒരു ഗ്രാഫിനൊന്ന് അവര് കറക്റ്റ് ആയിട്ട് എക്സാമിൻ ചെയ്യുന്ന കേട്ടോ. ദ എലമെന്റ്സ് ഓഫ് ദ ഗ്രാഫ് ആർ ആസ് ഫോളോസ്. നമ്മൾ പഠിച്ചു ഇൻപുട്സ്, എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്, പിന്നെ ഔട്ട്പുട്ടും ഉണ്ട്. Inputs are the business activities, output, outcome, risk and opportunities, governance, business model, performance, outlook, strategy and resource allocation. The business model, input, business activities, output, outcome. The business model. Risk, governance is there, and in the governance, mission and vision is there, risk and opportunities is there, strategy and the resource allocation is there, performance, outlook എല്ലാം include ആയിട്ടുണ്ട്. Then we have the outcomes. ആ ഒരു ഗ്രാഫിലെ ഐറ്റംസിനെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇൻപുട്സ് ഏതൊക്കെയാണ്? ഇൻപുട്സ് ദ 6 ക്യാപിറ്റൽ: ഫിനാൻഷ്യൽ ക്യാപിറ്റൽ, മാനുഫാക്ചർഡ് ഫിസിക്കൽ ക്യാപിറ്റൽ, ഇന്റലക്ച്വൽ ക്യാപിറ്റൽ, human capital, social and relationship capital, natural capital. These 6 capitals are the inputs in the value creation process. Next, the external environment. ഇതെല്ലാം പ്രോസസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇറ്റ്സ് ദ എൻവിറോൺമെന്റൽ കണ്ടീഷൻസ്, എക്കണോമിക് കണ്ടീഷൻസ്, ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, സൊസൈറ്റൽ ഫാക്ടേഴ്സ്, environmental factors ഉണ്ടായിരിക്കും. All the legal factors will be there, socio-cultural factors will be there. All this comprised of the external environment. ഈ ഒരു എക്സ്റ്റേണൽ എൻവിറോൺമെന്റിലായിരിക്കും ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, അതിലായിരിക്കും so it is having definite impact. Next, we learned about the governance. Governance risk and opportunity, mission and vision, പിന്നെ എന്താണ് strategy and resource allocation is there. അതെല്ലാം ഇനി പഠിക്കുന്നത്. ഓർഗനൈസേഷൻ മിഷൻ ആൻഡ് വിഷൻ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഗ്രാഫ് അല്ലേ? ആ ഒരു ഗ്രാഫിന്റെ ടോപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു കുഡ് സി ഓർഗനൈസേഷൻ മിഷൻ ആൻഡ് വിഷൻ.
എന്താണ് ഓർഗനൈസേഷന്റെ മിഷനും വിഷനും IRR ഇന്റഗ്രേറ്റഡ് ഇന്റർനാഷണൽ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് കമ്മിറ്റിയുടെ മിഷൻ വിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ കണ്ടില്ലേ. അതിൽ മിഷൻ പറയുന്നുണ്ട്, വിഷൻ പറയുന്നുണ്ട്. മിഷൻ ആൻഡ് ദാറ്റ്സ് എ പർപ്പസ്. വിഷൻ വാട്ട് ഇറ്റ് സീവ്സ് ഇൻ ദ ഫ്യൂച്ചർ. മിഷൻസും അവരുടെ പർപ്പസ് ഒക്കെ പറയുന്നതാണ് ഈ മിഷനും വിഷനും. So അതിൽ risk and opportunities would be the strategy and resource allocation is the അല്ലേ. Risk and opportunities means the external environment in which the business is operating is comprised of risk and opportunities. SWOT analysis ഒക്കെ കേട്ടിട്ടില്ല. Strengths, weaknesses and opportunities and threats. There may be opportunities, there may be threats in the organization. അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. Then organization strategy identifies the way it plans to mitigate or manage risk and maximize opportunities. So in the external environment there may be risk and opportunities, and its organization strategy എന്താ ചെയ്യുന്നത്, ഐഡന്റിഫൈ ദിസ് റിസ്ക്. അതിനെ റിസ്ക് ഐഡന്റിഫൈ ചെയ്തു അവിടെ അതിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിന് എങ്ങനെ മാക്സിമം യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി അവർ ഐഡന്റിഫൈ ചെയ്താണ് ഓർഗനൈസേഷൻ സ്ട്രാറ്റജി. എങ്ങനെയാണ് ഈ സ്ട്രാറ്റജീസ് അവർ അച്ചീവ് ചെയ്യുന്നത്? ബൈ റിസോഴ്സ് അലൊക്കേഷൻ. റിസ്ക് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. റിസ്കിനെ മിനിമൈസ് ചെയ്യാനും ഓപ്പർച്യൂണിറ്റീസിനെ മാക്സിമം യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് വി വിൽ ബി ഫോർമുലേറ്റിംഗ് സർട്ടൻ സ്ട്രാറ്റജീസ്. ആൻഡ് ഈ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും? നമ്മൾ അതനുസരിച്ചിട്ട് നമ്മുടെ റിസോഴ്സസിനെ അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ്, ഗവേണൻസ്. സ്ട്രക്ചർ ആണ് ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഓഫ് ദ മീൻസ് ബൈ വിച്ച് an organization is directed and controlled, including the rules, regulation, processes, customs, policies, procedures, institutions and laws that affect the way the organization is administered. Governance എന്താ? ഗവേണൻസ് എന്താ? ഭരണം അല്ലെ, എങ്ങനെ നയിക്കുക. how the business is directed, how it is controlled. എങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും? റൂൾസ് ഉണ്ടായിരിക്കും, റെഗുലേഷൻസ് ഉണ്ടായിരിക്കും, വേരിയസ് പ്രോസസ്സസ് ഫോളോഡ്, കസ്റ്റംസ്, പ്രാക്ടീസ്, policies adopted, procedures being carried on, institutions, laws that affect the way the organization is administered. Organization function ചെയ്യുന്നതൊക്കെ അഫക്ട് ചെയ്യുന്ന ഈ വക കാര്യങ്ങളൊക്കെ ഗവേണൻസിന്റെ അണ്ടറിൽ വരുന്നതാണ്. And the relationship between the various participant stakeholders also, like ഗവേണൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഗവേണിംഗ് ബോഡിയും കൂടെ ഇൻക്ലൂഡഡ് ആവും. ലൈക് CEO, ഷെയർ ഹോൾഡേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, മാനേജേഴ്സ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി റിലേഷൻഷിപ്പ് കൂടെ ഗവേണൻസിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് കംസ് ദ ബിസിനസ് മോഡൽ. ബിസിനസ് മോഡൽ നമ്മൾ പഠിച്ചു. ഇൻപുട്ട്, ബിസിനസ് ആക്ടിവിറ്റീസ്, ഔട്ട്പുട്ട് ആൻഡ് ഔട്ട്കംസ്. അതാണ് ഈ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ കോറാണ്. അതായത് അതിന്റെ ബിസിനസ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്തിട്ട് ഹൗ ദ ബിസിനസ് ഈസ് ട്രാൻസ്ഫോമിങ് ഇറ്റ് ഇൻപുട്സ് ടു ഔട്ട്പുട്ട്. ഇൻപുട്സിനെ ഔട്ട്പുട്ടിലോട്ടും ഔട്ട്കമ്മിലോട്ടും എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ബിസിനസ് മോഡൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർ വാട്ട് പർപ്പസ്? ആൻഡ് ദാറ്റ് പ്രോസസ് മസ്റ്റ് ക്രിയേറ്റ് വാല്യൂ ആസ് വെൽ അല്ലെ. ആ ഒരു ഇൻപുട്ട് ടു ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ, ഔട്ട്കം ട്രാൻസ്ഫോർമേഷനിൽ അവിടെ എന്തായിരിക്കണം? അവിടെ ഒരു വാല്യൂ ക്രിയേറ്റഡ് ആവണം. The organization's business activities and outputs leads to outcomes. The outcomes are the internal. എന്തൊക്കെയാണ് outcomes? We have learned about inputs to output and the business activities in between. So, ഇനി outcomes എന്താണ്? The outcomes are the internal and external consequences, both positive and negative. Outcomes ആണ് നമ്മൾ പറഞ്ഞത്. എന്താ? There may be increase or decrease or transformation in the capital. ആ ഒരു ഔട്ട്കം ആണ് പറയുന്നത്. ഇൻ ദ ഇൻപുട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇൻപുട്ട്, ആ ഇൻപുട്ടിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ആണ് ഈ ഔട്ട്കത്തിൽ പറയുന്നത്. The outcomes are the transformed capital that are depicted in the graphic emerging from the right side of the process. Transformed capital, capital ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ. either there could be increase, there could be decrease in the capital. നമ്മൾ എങ്ങനെയാണ് ഇൻപുട്ട് ഉണ്ടായിരിക്കുന്നത്, വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് അനുസരിച്ചിട്ട്, whether there is any value creation happened, whether there is any value deduction happened, അതൊക്കെ അനുസരിച്ചിട്ട് അത് മാറി മാറിക്കൊണ്ടിരിക്കും. Then we have the performance and outlook. ആ ഗ്രാഫിന്റെ താഴത്തെ ഭാഗത്ത് ഒന്നുകൂടെ കാണിച്ചിട്ടുള്ള ഗ്രാഫ്. Information about performance is required for decision making. പെർഫോമൻസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ, how the business is performing, how the performance is carried on, is it as per the plan, പ്ലാൻ പ്രകാരമാണോ അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രകാരമാണോ സ്റ്റാൻഡേർഡ് പ്രകാരമാണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനെപ്പറ്റി ഇൻഫർമേഷൻ ഇമ്പോർട്ടന്റ് ആണ്.
As performance is monitored through setting of measurement and monitoring system. There must be proper mechanisms to monitor and measure the performance. And outlook. Outlook എന്താ പറയുന്നത്? Regular review of each component of the value creation process and its interaction with other components and a focus of the organization outlook lead to revision and refinement to make improvements. Outlook we could say more like control. Like performance നമ്മൾ measure ചെയ്തു, monitor ചെയ്തു, and we need to revisions വേണോ, refinements വേണോ, അല്ലെങ്കിൽ improvements ഒക്കെ വേണോ എന്നുള്ളത് നമ്മൾ അവിടെ നോക്കുന്നു. That's some outlookന് വരെ നമുക്ക് control എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. Maybe I can show you the graph. Just have a look at the graph. And അതൊന്നും കൂടെ ഒന്ന് clear ആവാൻ വേണ്ടി പറ്റും. Have on the left side financial capital, which is input. On the right hand side again this capital which come as output. In between the business model is the അതിന്റെ ഇടയിൽ ഒരു external environment ഉണ്ട്. Business model include ചെയ്യുന്നത് inputs, business activities, outputs, outcomes will be there. In the risk and opportunities, mission and vision, strategy and resource allocation, performance, outlook. Just ഒന്ന് ഗ്രാഫ് ഒന്ന് മനസ്സിരുത്തി നോക്കുക. Clear ആണോ? Okay. Have നമുക്ക് അതിന് ടൈം അടുത്ത ടോപ്പിക് എടുത്ത് okay. So if you have any doubts അല്ലെങ്കിൽ clarifications വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. A moment. ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയെടുക്കട്ടെ കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കിയായിരുന്നോ? concepts of subunit 2 ആണല്ലേ. Different subunits ആയിട്ട് നമ്മൾക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. It would be very useful if you read out that question. Yeah. Per question. So ഒരു 3 to 4 subunits ആയിട്ട് നമ്മൾക്ക് ഇതിൽ questions ഉണ്ട്. അതിൽ ഫസ്റ്റ് സബ്യൂണിറ്റ് ആണ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്, ഇന്റഗ്രേറ്റഡ് തിങ്കിങ് ആൻഡ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട് പറയുന്നത്. സോ ഇതില് ഞാൻ അനലൈസ് ചെയ്തിടത്തോളം മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്, ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട്, ഇന്റഗ്രേറ്റഡ് തിങ്കിങ് ആ ഒരു ഏരിയ മുതൽ സ്റ്റാർട്ട് ആണ് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിന്റെ ഫസ്റ്റ് ഒന്നുമില്ല. ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. പിന്നെ വാല്യൂ ക്രിയേഷൻ പ്രോസസ്സും
പിന്നെ ആ ക്യാപിറ്റൽസുമാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. ആ ക്യാപിറ്റൽസിന്റെ ഏരിയയിൽ നിന്ന് അത്യാവശ്യം നല്ല പോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ ടോപ്പിക്കുകൾ നമ്മൾ എടുത്തിട്ടില്ല. കണ്ടന്റ്സ് ഓഫ് ദി ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട് നമ്മൾ എടുത്തിട്ടില്ല. സോ അതുവരെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലോ. സോ കമ്മിങ് നാളെ വരുന്നതിന് മുമ്പ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗം വായിച്ചിട്ട് വരിക, അല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ ആ ഒരു പോർഷൻ ആയാലും വായിച്ചിട്ട് വരിക. സോ ഇറ്റ് ബി വെരി യൂസ്ഫുൾ. ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ തോന്നും. പിന്നെ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിന്റെ കണ്ടന്റ്സ് ആണ് അടുത്തത്. അതാണ് നമുക്ക് ഇനി അടുത്തെടുക്കാനായിട്ടുള്ള ടോപ്പിക്. അതിൽ നിന്നാണ് പിന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നത്. അഡോപ്ഷൻ ഓഫ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിങ് അടുത്ത ഭാഗം. നമുക്ക് വലിയ കാര്യമായിട്ട് നമ്മുടെ തിയറി പോർഷൻ ഇല്ല അതിൻ്റെ ഉള്ളിൽ. നമ്മുടെ കഴിയാനോട് ചെയ്യുന്നത്. So, in the tomorrow's class, 3 hours class, first of all, let's complete the entire topic. നമ്മൾക്ക് ഇനി എടുക്കാനായിട്ടുള്ള ആ ഒരു 2 ടോപ്പിക് ഇല്ലേ, ഒരു എസ്എഎസ് ഒരു ചെറിയ സ്റ്റാൻഡേർഡിന്റെ ഭാഗവും ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിങ്ങിന്റെ കണ്ടന്റ്സും അതിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പോർഷൻ ഉണ്ട്. ഈ 2 പോർഷൻ നമുക്കേ ഉള്ളൂ. ഹാഫ് ആൻ അവർ ഇസ് മോർ ദാൻ ഇനഫ് ഫോർ കംപ്ലീഷൻ ഓഫ് ദ ടോപ്പിക്. ആഫ്റ്റർ ദാറ്റ് കംപ്ലീഷൻ നമ്മൾക്ക് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ടൈം കൂടെ ബാക്കി ഉണ്ടായിരിക്കും. ഓൾമോസ്റ്റ് 45 to 1 hour ബാക്കി ഉണ്ടായിരിക്കും. ഇൻ ദാറ്റ് പീരീഡ് റിവിഷൻ ക്ലാസ് പോലെ നമ്മൾ ചോദിച്ചായിരുന്നല്ലോ, മുമ്പത്തെ ഒരു റിവിഷൻ പോലെ ഫുൾ ആയിട്ട് ഒരു ജസ്റ്റ് ഒരു വൈൻഡ് അപ്പ് ആയിട്ട് എങ്ങനെ പറഞ്ഞുതരുമെന്ന് ചോദിച്ചായിരുന്നല്ലോ. അതുവരെ സോ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യാം. സോ അപ്പൊ പിന്നെ നാളെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ക്വസ്റ്റ്യൻസ് ആണ് ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റെഡി ആക്കിയിട്ട് വെക്കുക. അന്നൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അയച്ചു തന്നായിരുന്നു, അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻവയറമെന്റിന്റെ ഒക്കെ അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. So by tomorrow we will be winding up class. നമ്മുടെ സെക്ഷനെ ഇത് വെച്ച് കഴിയാണ്. So can we wind up our today's class? Yes. So thank you guys. See you in the next class. So please refer your topics and come with doubts. Okay. Okay.